അല്ല, അന്യഭാഷ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഭാഷയല്ലെന്ന്. കാരണം ഗ്രീക്ക് അറിയാവുന്ന എല്ലായിടത്തും. ചില ആൾ പറയുന്നത് അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ അന്നേരം കിട്ടിയൊരു ഭാഷയാണ്. നോ നെവർ. എന്താ തെളിവ്? ഓർത്തപ്പോ പറയൂ, ഉപദേശം കൂടെ പഠിച്ചു നോക്കൂ. അന്യഭാഷ എന്താന്നാ ബൈബിൾ പറയുന്നേ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഉപദേശമായിട്ട് ഞാൻ അല്പോളം നിർത്തി പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി നാളെ ചിന്തിക്കാം. ശ്രദ്ധിച്ചേ, അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ല. മനസ്സിലാകാത്തവൻ പറഞ്ഞു മാരി വെള്ളം അടിച്ചെന്ന്. മനസ്സിലായവൻ പറഞ്ഞു അയ്യോ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. പിടിയോ? അന്ന് 10-15 ഭാഷക്കാരവിടെ ഉണ്ട്. ചിലർക്ക് ഇതങ്ങ് മനസ്സിലായി, ചിലർ പറഞ്ഞു പിടികിട്ടുന്നില്ല. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 2 മാത്രമേ അന്യഭാഷ പറഞ്ഞത് മനസ്സിലായിട്ടുള്ളൂ. റെസ്റ്റ് ഓഫ് ദ ബൈബിൾ യു കനോട്ട് സീ. എന്താ കാര്യം? കൊർന്നല്യോസിന്റെ വീട്ടിൽ അന്യഭാഷയെ സംസാരിച്ചു എല്ലാവരും. അവിടെ ഉണ്ടായതല്ലോ. അത് മാത്രമല്ല, അവിടെ പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായില്ല, ഓരോരുത്തന്റെ മീതെ പതിഞ്ഞില്ല, വലിയൊരു ശബ്ദം ഉണ്ടായില്ല. ഉണ്ടായോ? ഇല്ല. അതിന്റെ അർത്ഥം ബൈബിളിലെ ഇൻസിഡൻസ് ആവർത്തിക്കാറില്ല, ആവർത്തിക്കണമെന്നില്ല. കോപ്പി ബുക്ക് ശൈലിയിൽ അവിടെ കണ്ടതെന്തോ അതേപോലെ ഇവിടെ, ഇതേപോലെ അവിടെ. അങ്ങനെയല്ല. ത്രെഡ് കറക്റ്റാ, സൈനുകൾ വ്യത്യാസമാണ്. മനസ്സിലായോ? വ്യക്തമാണോ? മനസ്സിലായോ? നമ്മുടെ പാട്ട് തന്നെ ഓർത്ത് അഗ്നിജ്വാല പോലെ വരിയിലെന്നങ്ങനെ കഴിഞ്ഞു എന്നത്. തീ പോലെ ഇറങ്ങണമേ, പാമ്പ് പോലെ ഇടണമേന്നൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വരിയല്ല, കഴിഞ്ഞുപോയി. മനസ്സിലായോ? ഒരു തവണയും കണ്ടുള്ള അങ്ങനെ. പിന്നെ എവിടെ നമ്മൾ നോക്കിയാലും മനസ്സിലാകുന്നത് ഇങ്ങനെ കൊടിയ മുഴക്കമില്ല. നിങ്ങളെല്ലാം അന്യഭാഷ പ്രാപിച്ചോരാ, ഈ കൊടിയ മുഴക്കം നിങ്ങളെല്ലാം കേട്ടോ. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് വന്നോ? പക്ഷെ അന്യഭാഷ കിട്ടിയില്ലേ? മനസ്സിലായോ? സെയിം ആ സിറ്റീസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്ന പണിയല്ലെന്ന്, വ്യത്യസ്തമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിനെ മൊത്തത്തിൽ പറയാ, അനുഭവങ്ങളാക്കണ്ടേ അവരുടെ. ആവശ്യമൊന്നുമില്ല. അനുഭവം പക്ഷേ ഡോക്ടറിനല്ല. അനുഭവം നല്ലതാ, അനുഭവം ഇല്ല പിന്നെ കാര്യമുണ്ടോ? ക്രിസ്തീയത ആസ്വദിക്കാനുള്ളതാ. അനുഭവം ഡോക്ടറിനല്ല, ഉപദേശമല്ല. ഉപദേശം ഇവിടെ എഴുതിയിരിക്കുന്നറിയണ്ടേ? ഞങ്ങളെന്ത് ചെയ്തു അത് ഉപദേശമല്ല, നിങ്ങളെന്ത് ചെയ്യണം അത് ഉപദേശം. പിടികിട്ടിയോ? പിടികിട്ടിയോ? യു ഹാവ് ടു ഡു. ഇതാണ് ഉപദേശം. കൊരിന്ത്യ ലേഖനത്തിൽ ഉപദേശമാണ് പറഞ്ഞത്, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1 കൊരിന്ത്യർ 14:1 കൊണ്ട് വായിച്ചു വരുമ്പോൾ, 2 പോലും വായിച്ചു വരുമ്പോൾ പറയാണ് എല്ലാവരും വാഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താ അടുത്തത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. മനസ്സിലായോ? മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് പാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് വെച്ചു. ഒരു തെറ്റും വേണ്ട. എന്താ കാര്യം? പാസ്റ്റർ എന്നോടാണോ പറഞ്ഞേ? ആണോ? അതിനെഴുതിക്കര മനുഷ്യരോടല്ലെന്ന്, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ലെന്ന്. ആരും തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ അച്ഛനെ തിരിച്ചറിയണമെന്ന് നിർബന്ധം. മനസ്സിലായില്ലേ? ആരും തിരിച്ചറിയുന്നില്ല, എനിക്ക് മാത്രം തിരിച്ചറിയണമെന്നുണ്ടോ? ഇല്ലെന്ന്. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പിടികിട്ടിയോ? അപ്പോൾ ഒരു വലിയ വിഷയം. വ്യാഖ്യാനി ഇല്ല ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറഞ്ഞോ ധൈര്യമായിട്ട്. തെറ്റിക്കുന്നവരുണ്ട്. അതിനാ വ്യാഖ്യാനി ഇല്ല ഞാൻ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണം? പറഞ്ഞോ. സഭയിൽ മിണ്ടാതിരിക്കണമെന്നൊരു വാക്യം തന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് 1000 പൗണ്ട് ഞാൻ തരും. എൻ്റെ എത്ര ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ റെഡിയാ? റെഡി ക്യാഷായി. മിണ്ടാതിരിക്കണമെന്നൊരു വാക്യം ചില ചുറ്റിക്കുന്ന ഇവിടെ ബൈബിൾ അറിയില്ല, പാതി രചിച്ചു വെച്ചിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് ഉപദേശം സ്ഥാപിക്കാൻ വരും. മിണ്ടാതിരിക്കണമെന്നല്ല വാക്യം ഞാൻ പറഞ്ഞേക്കാം. 14:28 എടുത്തേ. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 14:28 വായിച്ചേ. തന്നോടും
സംസാരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? മിണ്ടാതെ സംസാരിക്കണം. മനസ്സിലായോ? മിണ്ടാതെ സംസാരിക്കണം എന്ന് വെച്ചാൽ പബ്ലിക് ന്യൂസൻസ് ആകരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? അതാ നമ്മൾ തെറ്റിക്കുന്നുണ്ടോന്നോട് നോക്കിക്കേ. ഇതിനകത്ത് മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ ഈ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കട്ടെ. അപ്പൊ നമ്മൾ കയറി ചെന്നാൽ നമ്മുടെ കൈ തന്നെ ചൊറ ഇവിടെ ഇരിക്കാൻ പറയും. ഇരുന്ന് പുള്ളീൻ്റെ വാക്ക് ഇങ്ങനെ കൈയടിക്കും. എന്നിട്ട് തിരിഞ്ഞു വന്ന് ചോദിക്കും, ചായ വിത്തൗട്ടാണോ? ആ വിത്തൗട്ടാ. പിന്നെ ഇതിന്റെ ബാക്കി പറയും. 10 മിനിറ്റ് അതും കഴിഞ്ഞുകൊണ്ട് ചോദിക്കും, ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ആ സുഖമായിട്ടിരിക്കും. പിന്നെയും കുറച്ച് നേരം അടിയിട്ട് ചോദിക്കും, ഏത് ഫ്ലൈറ്റിനാ വന്നേ? മനസ്സിലായില്ലേ? അതൊരു ടീം. ചില ടീമുകളുണ്ട് ഈ തടി പിടിക്കുന്ന പോലെ. തടി പിടിക്കുന്നൊരു പാട്ട് പാടുമല്ലോ, ഏലയ്യ ഏലയ്യ എന്നൊക്കെ പറഞ്ഞ്. കുറെ പേര് വാദി പറയുന്നു, കുറെ പേര് അല്ലാതെ പറയുന്നു. കണ്ടു നിൽക്കുന്നതിന് സംശയം വരുന്നു. അവന്റെ കുഴപ്പമാണോ? ബൈബിള് പറഞ്ഞൊക്കെ അച്ചടക്കം ഉണ്ടത്. സംസാരിക്കേണ്ട സ്ഥലം, സംസാരിക്കേണ്ട രീതി പിടികിട്ടിയോ? നിങ്ങൾ പിണങ്ങി. മനസ്സിലായില്ലേ? അന്യഭാഷ വസ്തുതാപരമാണ്. അത് മനുഷ്യരോട് പറയാനുള്ളതല്ല, ദൈവത്തോട്. സ്തോത്രം. വിശേഷിച്ച് പേഴ്സണൽ ലൈഫിലാണ് ഏറ്റവും അധികം ഉച്ചരിക്കണ്ടേ. അതിനിടയ്ക്ക് ചർച്ചയിൽ പറയാമോന്ന് ചോദിച്ചാൽ പറയാം. എന്താ കാര്യം? അവിശ്വാസികൾ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലയോ? സത്യ. അവിശ്വാസികളില്ലല്ലോ ചർച്ചിലോട്ട് വരാൻ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അവിശ്വാസികളല്ല വരുന്നത്. അപ്പം നമ്മൾക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇച്ചിരി ശബ്ദം എടുത്താലും പ്രശ്നമില്ലെന്ന്. മനസ്സിലായില്ലേ? എന്നാൽ ഇതേ പണി കൺവെൻഷൻ വെച്ചിട്ട് മയക്കി വെച്ചിട്ട് മുമ്പ് പറയുന്നത് തടി പിടിക്കുന്ന പണി കാണിച്ചിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. ഭാവിയായ മനുഷ്യനത് കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. അവനവർക്ക് ഇതെന്തായി? മനസ്സിലായോ? ഈ പ്രശ്നമുണ്ട്. തിരുത്തേണ്ട കാര്യമുണ്ട് ഇവിടെ. അടാ മറ്റവനെ അവിശ്വസിക്കുന്നേ. മറ്റവൻ അവിശ്വസിക്കാൻ വടിയിട്ട് കൊടുത്തിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം ഇത് പണ്ടേ തീർന്നു പോയി എന്നാണ് ചിലർ പറയുന്നത്. ഇതെല്ലാം കൂടെ ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് കൊടുക്കുക. തെളിവ് എന്നാ? തെളിവ് പറ. ഇതെല്ലാം കൂടെ ദൈവം ഇടയ്ക്ക് വെച്ച് പിൻവലിച്ചു. സുഹൃത്തെ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് തുടങ്ങിയ ഒരു കാലം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 2. ഇതെന്നാ പിൻവലിച്ചേ? ഒരു കാലം പറയാമോ? എനിക്ക് ഡേറ്റ് അറിയാതെ തുടങ്ങിയേ. എന്താ കാര്യം? കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട ആ ഡേറ്റ് AD 29-30, ഒരു വർഷം തെറ്റിക്കോട്ടെ. AD 30 ഒരു പെസഹയാണ് മരിച്ചതെങ്കിൽ ഒരു പെന്തക്കോസിന്റെ അന്നാണ് അന്യഭാഷ വന്നത്. കോടിയ ശബ്ദത്തിൽ ഭയങ്കര ഇടിമുഴക്കം പോലെ. അന്യഭാഷ മാത്രമല്ല, കൃപാവരങ്ങളൊക്കെ ഉണ്ട്. ഇതെന്നാ നിലച്ചേ? ഒരു ഡേറ്റ് പറയാമോ? ഏകദേശം 10 വർഷം തെറ്റിക്കോട്ടെ. 10 വർഷത്തെ കൃത്യത വേണ്ടെന്നേ. ഒരു സമയം പറയാവോ? 5 ഡിബേറ്റ് കിടപ്പുണ്ട് ഓൺലൈൻ, നിങ്ങൾ കണ്ടാൽ മതി. 5 ഡിബേറ്റ്. അപ്പോഴൊക്കെ പിന്നെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അപ്പുറത്തെ പറഞ്ഞു, ഇപ്പുറത്തെ പറഞ്ഞു, വ്യാഖ്യാനിയില്ല, ഇങ്ങനെ പറഞ്ഞ് പോവായിരുന്നു. അപ്പൊ കൃപാവരങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. ഒരു സംശയ കരുത്തി വേണ്ട. അതിന്റെ വിവേകത്തോടു കൂടി ഉപയോഗം ബൈബിൾ കർശനമാക്കുന്നു. ദൈവം അയച്ച പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് എന്ന കൊരേശനെ പറ്റി അദ്ദേഹം വന്ന് ബൃഹത്തായ ബാബിലോണിയൻ ഫോർട്ട് അതിനെ എങ്ങനെ ഉപരോധിച്ചു, അതിനെ എങ്ങനെയാണ് നിരോധിച്ചത്, ഇതൊക്കെ സംസാരിച്ച് നിർത്തി. അവിടെ വരെ ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പഴയതിലേക്ക് ഇറങ്ങാൻ നിർവാഹമില്ല. 87 അടി കനമുള്ള, 50 അടി ഉയരമുള്ള, 60 മൈൽ വിസ്തൃതിയുള്ള ഒരു മഹാനഗരത്തിൻ്റെ ഒരു കോട്ട, അതിനുള്ളിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ്, ഈ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന 100 വാതിലുകളുണ്ട് എന്ന് പറഞ്ഞു. 101-ാമതായി പ്രധാന പ്രവേശന കവാടമുണ്ട്. അത് തുറക്കുന്നതല്ല, ആണ്ടിൽ 4-5 തവണയെ അത് തുറക്കൂ. ഇതൊക്കെ ആദ്യ ദിവസം നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പം അവിടുന്ന് ഈ മഹാനഗരത്തിൻ്റെ തലസ്ഥാന നഗരിയാണിത്. മൊത്തം ബാബിലോണിൻ്റെ ക്യാപിറ്റലാണ് സിറ്റി ഓഫ് ബാബിലോൺ. അപ്പം അവിടേക്ക് ഈ സൈറസ് എന്ന പേർഷ്യൻ രാജാവ്, ഇന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. ബാബിലോൺ എന്ന് അന്ന് വിളിച്ചിരുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാഖ്.
ഇന്ന് ഇറാഖ് എന്ന് വിളിക്കുന്നു. അപ്പൊ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഇതാ സൈറസ് തന്റെ സേനയുമായി ഇവിടെ വന്നു. ആ ഘട്ടത്തിൽ 100 വാതിലുകളും 101-ാമതായുള്ള പ്രധാന പ്രവേശന കവാടവും അവർക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് സൈറസ് കണ്ടത്. അപ്പൊ അവിടെ മുതലാണ് നമുക്ക് ഇന്ന് തുടരേണ്ടത്. തുറന്നു കിടക്കുന്ന ആ വാതിലുകൾ അദ്ദേഹത്തെ മാത്രമല്ല കൂടെ വന്നവരെയൊക്കെ അമ്പരപ്പിച്ചു. കാരണം ഇതെപ്പോഴും ക്ലോസ്ഡ് ആണ്, തുറക്കാറില്ല. അതീവ സുരക്ഷാ സ്ഥലമാണ്. അപ്പോൾ തനിക്കൊപ്പമുള്ള സൈനികരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞു ഇതൊരു ചതിവുണ്ടാവും ഇതിനകത്ത്. കാരണം എല്ലാ വാതിലും തുറന്നിട്ട് നമ്മൾ അകത്ത് കിടക്കുമ്പോൾ അവരടയ്ക്കും, തിരച്ചിറങ്ങാൻ വയ്യാതെ വരും. അതൊരു പ്രശ്നമാണ്, സൂക്ഷിക്കണം. പക്ഷേ മരണം ഉറപ്പിച്ചു വന്ന, പോരാടി മരിക്കാൻ വന്നവന് ഇതൊരു വിഷയമല്ല. ശരിയല്ലേ? മരിക്കാൻ വന്നതിനൊരു വിഷയമാണോ? അല്ല. ഒരു സഹോദരി ഒരിക്കൽ മരിക്കാൻ തീരുമാനിച്ചു, കുടുംബ വിഷയങ്ങളെല്ലാം കൊണ്ട്. അതിനുവേണ്ടി ആത്മഹത്യ ചെയ്യാൻ കയറും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ചൊരു ചേരപ്പാമ്പിനെ കണ്ട് തിരിച്ചോടി പോന്നു. വേറൊരു സഹോദരി കിണറ്റി ചാടി ചാകാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് വലിയ മഴ പെയ്തു. തിരികെ വീട്ടിൽ വന്ന് കുട എടുത്തുകൊണ്ട് വന്ന് അതും ചൂടിക്കൊണ്ടാ പോയത്. ചാകാൻ പോകുന്നതിനാ കുട? അത് വെള്ളത്തിലല്ലേ വീഴുന്നേ, പ്രത്യേകിച്ച് കുട വേണോ? അങ്ങനെ പ്രതിരോധമൊന്നും വേണ്ട. അപ്പൊ ഇതുപോലെ ചാകാൻ പോയതാണ് കോരശ്. അവിടെ കഥവ് തുറന്നു കിടക്കുന്നോ അടഞ്ഞു കിടക്കുന്നോ ഒന്നും പിന്നെ നോക്കണ്ട. കിട്ടുന്ന വിധത്തിൽ അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക. അപ്പൊ അങ്ങോട്ട് ചെല്ലുകയും മറ്റൊരു കാഴ്ച കൂടി കണ്ടു. കുറെ പ്രായമുള്ള മനുഷ്യര്, തല നരച്ച നല്ല തേജോരൂപികളായ നല്ല കുറെ മനുഷ്യര് കോരേശിന്റെ അരിയിൽ വന്നു. അദ്ദേഹത്തെ വണങ്ങി. പ്രഭു, അങ്ങ് സൈറസ് അല്ലേ? അങ്ങ് പേർഷ്യയുടെ അധികാരിയല്ലേ? അങ്ങയ്ക്ക് ഈ കോട്ടയിലേക്ക് സ്വാഗതം. കോരേശ് ചോദിച്ചു, നിങ്ങളാരാ? ശത്രുവിന്റെ കോട്ടയ്ക്കകത്തേക്ക് എന്നെ സ്വാഗതം ചെയ്യാൻ നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ അങ്ങയുടെ ശത്രുക്കളല്ല. അങ്ങ് ഒരു ദിവസം ഇവിടെ വരുമെന്നും ഈ രാജ്യം അങ്ങയ്ക്ക് മുമ്പിൽ തലകുനിക്കുമെന്നും ഇതെല്ലാം അങ്ങയ്ക്ക് കീഴടങ്ങുമെന്നും അങ്ങ് ജനിക്കുന്നതിന് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് അങ്ങയെക്കുറിച്ച് എഴുതിയ പ്രവചന ചുരുളുകൾ വായിച്ച് നിന്റെ സമയം കാത്ത് 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 കഴിയുന്ന ഒരുപറ്റ യഹൂദ റബിമാരാണ് ഞങ്ങൾ. നീ ജനിക്കും മുമ്പ് നിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. കോരേശ് അമ്പരന്നു. തന്നെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നേ? അദ്ദേഹം പറഞ്ഞു വായിക്കാൻ പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു. ഐസ ചാപ്റ്റർ 44:28 ഓൺവേർഡ്സ്. കോരശന്റെ ഇടയൻ, അങ്ങനല്ലേ? കോരേശന്റെ ഇടയൻ അന്ന് യെശയ്യാവ് എഴുതുന്ന കാലത്ത് കോരശ് ജനിച്ചിട്ടേ ഇല്ല. 100 കൊല്ലം മുമ്പ് കോരശിന്റെ പേര് മുൻകൂട്ടി വിളിച്ചു തിരുവെഴുത്തിലെ ദൈവം. ഇതാ ഇതിലെ അത്ഭുതം. കോരസ് എന്റെ ഇടയൻ, അവരെന്റെ ഹിതം നിവർത്തിക്കും. അതിന്റെ കണ്ടിന്യൂവേഷൻ ആ വാസ്തവത്തിൽ ചാപ്റ്റർ 45. അത് വായിക്കാം. യഹോവ തന്റെ മഷിഹയാകുന്ന കോരസ് എന്നാണ് ഹീബ്രുവിൽ കിടക്കുന്നത്. ഈ അഭിഷിക്തൻ എന്നുള്ളതിന്റെ ഹീബ്രു വേർഡാണ് മഷിഹ, ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ്, അല്ലേ? അപ്പൊ ഈ മഷിഹ എന്ന് ഒത്തിരി പേരുണ്ട്. അഭിഷിക്തരെല്ലാം മഷിഹ എന്ന് വിളിക്കാം. പക്ഷെ ജീസസ് ക്രൈസ്റ്റ് എന്നൊരാക്കിയുള്ളൂ, അല്ലേ? നമ്മുടെ കർത്താവിനാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എങ്ങനെയാണ് കർത്താവിന്റെ ശരി പേര്. യഹോശുവ ഹാ മശിഹ, കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, യഹോശുവ എന്ന് വെച്ചാൽ യേശു. ഹ മഷിഹ, ഹ എന്ന് പറഞ്ഞ എന്തിനാ? ഇടയ്ക്കൊന്ന് ചിരിച്ചേക്കാന്നോർത്ത് പറഞ്ഞല്ല. കർത്താവിന്റെ പേര് പറഞ്ഞിട്ടൊന്ന് ചിരിച്ചേക്കാന്നോർത്ത് പറഞ്ഞല്ല. ഹ എന്നത് ഹൽ എന്നതിന്റെ മറ്റൊരു ഉപയോഗമാണ്. ഹൽ ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻ ഹീബ്രു. ഓക്കെ, അതാണ് അറബിക്കിലെ അൽ. ഓക്കെ, ഹൽ എങ്ങനാകും? ഹ ഇല്ലങ്ങ് പോകും, ഹ മാത്രം മതി ഉച്ചരിക്കുമ്പോൾ. ഓക്കെ, അപ്പോ യഹോശുവ ഹ മസിഹ എന്ന് വെച്ചെന്താ? ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ദ ലോർഡ്. മനസ്സിലായല്ലോ? ഇതെന്തിനാണ് ജീസസ് എന്ന് ഇവരാക്കിയെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ എല്ലാം പേര് മാറ്റണമായിരുന്നോ? പേര് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ അവർക്ക് വഴങ്ങുന്ന വിധത്തിലാക്കണമായിരുന്നോ? വേണമായിരുന്നോ? ഇവിടുന്ന് ഒരാൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറയാൻ വന്നപ്പോൾ മലയാളി ഈ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അയാളെ അവതരിപ്പിച്ചതാണ് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന്. മലയാളി പറഞ്ഞു, ചെമ്പുകണ്ടത്തിൽ ദാവീദ് നമ്മളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസൻ ചെമ്പുകണ്ടത്തിൽ ദാവീദാണ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. ഡേവിഡ് കോപ്പർഫീൽഡ്. പേരെല്ലായിടത്തും ഒരുപോലെ ഇട്ടാ പോരെ? എന്റെ പേര് അനിൽ എന്നാണ്, ചെല്ലുന്ന ഭാഷയ്ക്കനുസരിച്ച് ഇത് മാറ്റണോ? ഇല്ലെന്ന്. ഇവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ജീസസ് എന്നൊക്കെ ആക്കിയെന്ന്. അതിപ്പോ വണ്ടി കിട്ടിയേക്കാം നമ്മുടെ നാട്ടിൽ. ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന് വെക്കാം, റാന്നിയിലൊക്കെ ചെന്നാൽ അല്ലേ? നേരത്തെ കാലത്തെ ചെല്ലത്തുമില്ല. ഈ പേര് നശിപ്പിക്കാൻ കുറെ എണ്ണം ഇതുപോലെ ഉണ്ട്. അതൊരു കുഴപ്പം. ഏതായാലും യഹോശുവ ഹ മശിഹ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഇവിടെ മശിഹ എന്ന് വെറുതെയാണ്, ഹാ മശിഹ എന്ന് പറഞ്ഞിട്ടില്ല. പർട്ടിക്കുലർ പേഴ്സൺ അല്ല, നമുക്ക് അഭിഷിക്തൻ എന്ന അർത്ഥത്തിൽ മശിഹ എന്ന് പറയും. അതെ, കോരശിനെ. എന്തിനാ അങ്ങനെ വിളിക്കാൻ കാരണം? മസായ മീൻസ് ദ അനോയിന്റഡ് വൺ. ഗോഡ് അനോയിന്റഡ് ഹിം ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ടു ഫുൾഫില്ലിംഗ് സം പർട്ടിക്കുലർ പർപ്പസസ്. അതാണ് അഭിഷിക്തൻ. ഓക്കെ, ഇങ്ങനെ അഭിഷേകം ചെയ്തു. എപ്പോഴാണ്? അയാൾ പോലും അറിഞ്ഞില്ല അയാൾ അഭിഷേകം ചെയ്തത്. ആലോചിച്ച് നോക്കി. അയാൾ പോലും അറിഞ്ഞില്ല. അതാണ് അഭിഷേകത്തിന്റെ ശക്തി. നമ്മൾ പോലും ചിലപ്പോൾ അറിയത്തില്ല ഇതിനാണോ എന്നെ വിളിച്ചതെന്ന്, അല്ലേ? ഇരമ്യാവ് കുറെ, നീ ജനിക്കും മുമ്പ് നിന്നെ അതിന് വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം എന്നതൊരു പ്രീ ഡെസ്റ്റിനേറ്റഡ് പർപ്പസിന്റെ ഭാഗം. ജാതീയ രാജാവാണ്. ഹീസ് നോട്ട് എ ജൂ. വളരെ ജൂ അല്ല. പിന്നെ ആരാണ്? ശരിക്കും പറഞ്ഞ പാർസിയാണ്, പേർഷ്യൻ. പാർസികളെ അറിയാലേ? ഇവിടെ കണ്ട പാർസികൾ പൊതുവെ നല്ല മനുഷ്യരാണ്. വിവേകവും അറിവൊക്കെ ഉള്ള മാന്യന്മാരായ മനുഷ്യരാണ്. ആർക്കും ഒരു ശല്യമില്ല പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ടാറ്റയ്ക്കില്ലേ, ജാഗ്വാറിന്റെ രത്തൻ ടാറ്റയൊക്കെ പാർസികളാണ്. ഇന്ത്യയിൽ പാർസികളുണ്ട്. ഒരു ചെറിയ മൈക്രോ മൈനോറിറ്റിയാണ് പാർസികൾ. പാർസികൾക്ക് ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുള്ളൂ. അവരേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവരുടെ ദൈവത്തെയാണ് അഹൂരമസ്ത എന്നാണ് വിളിക്കുക. ഗോഡ് അഹൂരമസ്ത. അഹുര എന്ന് ചുരുക്കി പറയും. അഹുര മൊത്തം പേരാണ് അഹുര മസ്ത. അപ്പൊ അഹൂരമസ്ത വെളിച്ചമാണ്. അതിന് ഓപ്പോസിറ്റ് ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അവന്റെ പേര് അഹ്രിമാൻ എന്നുമാണ്. എങ്ങനെയാ? അഹ്രിമാൻ. ഇതെന്തിനാ ഞാൻ പറഞ്ഞു തരുന്നു ചോദിച്ചാൽ, നിങ്ങൾക്കെങ്ങാനും അവിടെ എങ്ങാനും വല്ല പ്രോഗ്രാമോ അവിടെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെയാണ് ശാസിക്കേണ്ടത്. ഇപ്പൊ പേര് മറന്നുപോയി അവരെ കണ്ടവരെല്ലാം ശാസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവന്റെ ഒരു പോരാട്ടം വന്നാൽ വാതുകെട്ടി ബന്ധനമിട്ട് ചുറ്റിപ്പിടിച്ച് എന്തെല്ലാം നമ്മൾ പറയുന്നത് അതൊക്കെ വെച്ച് അടിച്ചോണം, അവൻ പോട്ടെ. അതിനാ ഇതൊക്കെ പറയാൻ കാരണം, ഇതെല്ലാം പറയുമ്പോഴും ലോകത്ത് നശിച്ചു പോയ ആരും അറിയാത്തൊരു പിശാചുണ്ട്, അവന്റെ പേരോട് ഓർത്ത് നമ്മൾ ശാസിച്ചു കളയും, അല്ലേ? ജാതികളുടെ ദേവന്മാർ മിഥ്യാമൂർത്തികൾ അത്രേ, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. പിന്നെ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് പറയും അവിടുന്ന് ഒരു പോരുണ്ടെന്ന്. കണ്ണ് കാണത്തുമില്ല, ചെവി കേൾക്കത്തുമില്ല, അറിയത്തുമില്ല, പക്ഷെ ഏതാണ്ടൊരു പോര്. ഇത് തീരാതെ നമ്മൾ രക്ഷപ്പെടുകയില്ല.
ഈ പോരിന്റെ പുറകെ പോയി സ്വയം ഒഴിയാനല്ലാതെ ഒരു ഗുണം ഉണ്ടാകത്തില്ല. രക്ഷപ്പെട്ടോണം. മനസ്സിലായോ? ആ, ഇനിയും പോട്ടെ. ഇവയൊക്കെ ഇഗ്നോർ ചെയ്ത് കളയണം. ചിലതിനെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ ആരാണ്? അത്യുന്നതന്റെ മക്കളാണ്, സർവശക്തന്റെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ശിലകളിൽ ഓടുന്ന അത്തരം ഒരു മെക്കാനിസം ഈ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി അല്ലേ? അത്തരൊരു വാക്സിനാണ് നമ്മുടെ ശരീരത്തിൽ ഓടുന്നത്. ഈ വാക്സിൻ വികസിപ്പിക്കുന്ന ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ ആ പ്രത്യേകത. എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ക്രൂസിൽ രൂപപ്പെട്ടത്. സ്തോത്രം. അക്ഷരീക രോഗങ്ങൾക്ക് ഒന്നുമല്ല പ്രധാനപ്പെട്ടത്, ഈവിൾ സ്പിരിറ്റിന്റെ അറ്റാക്കില്ലെന്നൊന്നുമല്ല. അത് ഈ ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഞങ്ങളവിടെ ഒരു ദയാസനം ഞാൻ ചോദിച്ചു, അവിടെ ഈ വർക്ക് എത്ര വർഷമായി? 8 വർഷം 10 വർഷമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, 3, 4, 7 പേര്. ഇത് വിജയിക്കാത്ത ഞാൻ പറഞ്ഞു, ദേശാധിപതിയുടെ പോരാട്ടമാണ്, നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകില്ലെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ എത്രയോ നല്ല നല്ല ചർച്ചകളുണ്ട്, അവരെ ആരെയും എതിര് പിടിക്കാൻ നിന്നെ തന്നെ പിടിച്ചല്ലോ ദേശാധിപതി. ദേശാധിപതിക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ? നിന്നെപ്പോലൊരുത്തനെ പിടിക്കേണ്ടി വന്നല്ലോ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നത്, ഈ മശിഹ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോരശിനെ ദൈവം അഭിഷേകം ചെയ്തയച്ചു. അപ്പൊ കോരശ് തന്നെ കുറിച്ച് എഴുതി ഈ ഭാഗമൊക്കെ വായിച്ച് കേട്ടു. വായിച്ച് കേട്ട മാത്രയിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പിന്നെ പറയാം. ബാക്കിയുടെ വായിച്ച് കോരശിനെ കുറിച്ച്. അതിന്റെ മുമ്പുള്ള കാര്യം കൂടെ, യഹോവന്റെ അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. കഥ ഏതാന്ന് മനസ്സിലായോ? ഇന്നലെ വന്നവർക്ക് പിടികിട്ടിയോ? ഈ കതക് പണിയുന്നവൻ ജനിക്കും മുമ്പ് കല്ലുകൊണ്ടിങ്ങനെ കെട്ടി ബൃഹത്തായൊരു കോട്ട നിർമ്മിക്കാൻ ഉത്തരവിടുന്ന നെബൂഖദ്നേസർ, എഞ്ചിനീയേഴ്സ്, കൂട്ടുപിടിപ്പിക്കുന്നവൻ, താമ്ര നിർമ്മാണത്തിൽ വൈഭവമുള്ളവൻ, അവർ കൂടിയിരുന്ന് ആലോചിച്ച് ആയിരക്കണക്കിന് അടിമകളെ കൊണ്ട് ബൃഹത്തായ കോട്ട പണിത് ആ കോട്ടയ്ക്ക് ഇത്രയും സുരക്ഷിതത്വം കൽപ്പിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ട് പറയാണ്, കോരേശ് എന്നൊരുത്തൻ വരും, ഈ കതകുകൾ അവന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരം പിടികൂടെ ഉണ്ടെന്നുള്ള ബോധം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കണം. അത് ധൈര്യം വരണം. ആരടച്ചാലും ഭക്തൻ പറയണ ഒന്നുമില്ല, ജയം നമ്മുടെ അവകാശമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ അലങ്കരം പിടിച്ചിരിക്കുന്നു. പിന്നെ താമ്രവാതിൽ ഓർക്കുന്നുണ്ടോ? പല പാളികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കിയ പടുകുറ്റൻ വാതിൽ ആന കെട്ടി വലിച്ചാൽ മാത്രം തുറക്കുന്ന സ്പ്രിംഗ് ആക്ഷനുള്ള കതക് നിർമ്മിക്കും മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിച്ചു കളയും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മഴവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, ഇംഗ്ലീഷ് വായിക്കോ, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിലെ ഗുപ്തനിധിയും തരും. Treasures of darkness. I will give you the treasures of darkness. Hidden riches of secret places. Hidden riches of secret places. കുറെ അർത്ഥം വ്യക്തമാണ്. മലയാളം കുഴപ്പമില്ല. എന്താന്നറിയണ്ടേ? ഒത്തിരി നേരെടുത്ത് പറയാൻ വയ്യ. ഇതിന്റെ കഴിഞ്ഞ രാത്രി ഞാൻ ചൂണ്ടിക്കാണിച്ച രഹസ്യ അറകളും നിലവറകളും ഒക്കെ ഇല്ല ഇതിനകത്ത്. ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ നെബൂഖദ്നേസർ പിടിച്ചെടുത്തുകൊണ്ട് വന്ന വിലപിടിപ്പുള്ള പൊൻവെള്ളി പാനപാത്രങ്ങളും മറ്റുമൊക്കെ ഈ നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ശരിയല്ലേ? ഇത് ഇരുട്ടിലെ നിക്ഷേപമാണ്. മറവിടങ്ങളിലെ ഗുപ്തനിധി ഞാൻ ആരും കണ്ടിട്ടില്ല. ഇയാളുടെ ഗതികേടിനെ അയാൾ പറഞ്ഞു കേട്ടോ, അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കള്ളൊഴിക്കാൻ വിരുന്നിൻ്റെ അന്ന്. ഓർക്കുന്നുണ്ടോ? ഇത് ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പാടാണെന്ന്. കാരണം ഈ വാതിൽ കാവൽക്കാർ, നിങ്ങൾ കണ്ടോ, ഈ വാതിൽക്ക് നിൽക്കുന്ന കക്ഷിയില്ലേ, അവര് ശരിക്കും പറഞ്ഞു കൊടുക്കൽ ഈ സ്ഥലം. കാരണം അവർക്ക് കുഞ്ഞുങ്ങളും കുടുംബമൊന്നുമില്ല, ഷണ്ണന്മാരാണ്. ഓക്കെ, മക്കളൊന്നുമില്ല. അതാണ് ഈ ധനകാര്യമല്ല ഇവരെയാണ് ഏൽപ്പിക്കുന്നത്. പണ്ട് കാലത്ത് എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണൻ, അന്തഃപുരങ്ങൾ നോക്കുന്ന, സ്ത്രീകളെ നോക്കുന്ന, മറ്റേ നമ്മുടെ എസ്തേറിന്റെ ഒക്കെ ഇവർ സ്ത്രീകളെ ഉപദ്രവിക്കുകയില്ല. അടുത്തത്, അവർക്ക് ക്യാഷ് വേണ്ട, അഴിമതി കാണിക്കുകയില്ല. നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടാനുള്ളൊരു വഴി അവിടെ മാർമികമായിട്ട് കിടപ്പുണ്ട്. മനസ്സിലായോ? ബുദ്ധിയുള്ളവൻ അതിന്റെ സംഖ്യ ഗണിക്കട്ടെ, ഞാനീ പറഞ്ഞതിന്റെ അത് പൊക്കോട്ടെ കേട്ടോച്ചാ. നമ്മുടെ രാജ്യം രക്ഷപ്പെടാനുള്ള ഒരു ഹിഡൻ മീനിങ്, അതിനകത്തൊരു ഗുപ്തനിധി ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിനകത്ത്. പൊക്കോട്ടെ, മനസ്സിലാവേണ്ടവരൊക്കെ മനസ്സിലാവുള്ളൂ അതിനാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കക്ഷികളെ കൊല്ലാൻ ചെന്നാൽ അവർ ചാകല്ലാതെ വഴിയില്ല. ഈ വഴി പറഞ്ഞു കൊടുക്കുകയില്ല, എവിടെ ഇരിക്കുന്നു. നീ ആക്രമിച്ച് ഇത് എടുത്തോണ്ട് വന്നാൽ തിരിച്ചിറങ്ങാൻ അറിയത്തില്ല, അവിടെ തീർന്നു കിട്ടും. അതാ അന്നത്തെ കോട്ടകളുടെ പണി. ഈ ഗുപ്തനിധിയും കൊണ്ട് അതിനകത്തൂടെ നടന്ന് അവന്റെ ജീവിതം പോകും. അതുപോലത്തെ പണിയാണ്. ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. അന്ന് ഇതെല്ലാം എടുത്തിവിടെ വെച്ചു. ഇത് എടുത്ത് വെച്ചില്ലെങ്കിൽ കോരേശ് പിന്നെ കണ്ടോ എണ്ണി എടുത്ത് ഓരോന്നും ഇസ്ലാമൊക്കെ കൈ കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇതും കൊണ്ട് ഈ സാധനത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ നിനക്കേ മറവിടങ്ങളിലെ ഗുപ്തനിധി, ഇരുട്ടിലെ നിക്ഷേപം, എന്റെ വൃതനായ യാക്കോബിൻ നിമിത്തം നിന്റെ പക്കലേക്ക് അങ്ങ് തരുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് വിശരിക്കാൻ നേരമില്ല ഒന്നും. അതിൽ അന്ന് ഈ ഇങ്ങനെ പോരാട്ടമൊക്കെ ഉണ്ടാവും, ആരും മൈൻഡ് ചെയ്യണ്ട. എന്തായാലും പോലെ ദേഹം പെരുക്കുന്നു, രോമാഞ്ചം കയറുന്നു. മറ്റവന്റെ കാര്യം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. രക്തത്തിൽ ആശ്രയിച്ചിരുന്നോണം എല്ലാവരും. ഞാനിങ്ങനെ യോഗമൊക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ, ഞങ്ങളുടെ നാടെല്ലാം വലിയ കാടാണ്, അവിടെ വരുമ്പോഴേക്ക് ഞങ്ങളുടെ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ രക്തം എന്ന് പറഞ്ഞു വരും. ഞാൻ പറഞ്ഞ പോലീസുകാർ നമ്മുടെ പുറകെ വരികയില്ലേ. ഇതെന്നാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. നമ്മളും പറഞ്ഞ വഴിയെ വന്നാ അല്ലെ പോലീസുകാരോ വല്ലതും വിളിച്ചു, ആരും വിളിച്ചു പറഞ്ഞു നമ്മുടെ പുറകെ വരികയല്ലേ. പോട്ടെ, എന്നാൽ ചിലർക്ക് എവിടെ എന്തോ പറയണമെന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാ അല്ലേ. തിരിച്ചു വരാം. ഈ മറവിടങ്ങളിലെ ഗുപ്തനിധി, ഇരുട്ടിലെ നിക്ഷേപം തരുമെന്ന് പറഞ്ഞു. കോരേശ് തന്നെക്കുറിച്ച് വായിച്ചതൊക്കെ കേട്ട് നിലത്തെ മണ്ണ് വാരി ചുംബിച്ചു. കോരേശ് പിന്നെ പറയുന്നുണ്ട്, യഹോവ തന്നെ ദൈവം. നമുക്കതറിയാം, ഭൂമിയിലെ സകല രാജ്യങ്ങളും അവൻ എനിക്ക് തന്നിരിക്കുന്നു. ഭയങ്കര ധൈര്യമായി കോരേശന്. കോരേശ് അകത്തോട്ട് കയറി. മറ്റേ കക്ഷികളെല്ലാം അകത്ത് നിൽപ്പുണ്ടല്ലേ, ഓർമ്മയുണ്ടല്ലോ. ഒത്തിരി വിശേഷിക്കണ്ട. ഇതേ സമയത്ത് അപ്പുറത്തെന്തെന്ന് പറഞ്ഞു, നൃത്തം ചെയ്ത് വളരെ മോശപ്പെട്ടൊരു നിലവാരത്തിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ആ സമയത്താണ് ഇവന് തോന്നുന്നത്, കള്ളൊഴിച്ച് കുടിക്കാൻ ഈ ഗ്ലാസ് ഒന്നും പോരാ, പാത്രമില്ലാഞ്ഞിട്ടല്ലെന്ന്, അത് തന്നെ എടുത്തുകൊണ്ട് വരാൻ അല്ലേ. ഇരുവിടത്തിലെ ദൈവം ചുവരയിലൊരു ബോർഡങ്ങ് എഴുതി നിന്നാ, അതായത് ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു, കണ്ണു കാണാതെ ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു, എന്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ പ്രവർത്തിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിരലായി തീർന്നു. മേശ ഒരുക്കുകയും വൈകുന്നെല്ലാം പറഞ്ഞിട്ട് പറയാം, മേശ ഒരുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പരവതാനി വിരിക്കാൻ, പ്രഭുക്കന്മാരെ ഭക്ഷിച്ച് പേടിച്ചിരിക്കും. ഭക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടൊന്ന് പറഞ്ഞു കൂടെ, ഭക്ഷിച്ചുകൊണ്ടിരുന്നാ പോരാ, പൊറോട്ട തന്നുകൊണ്ടിരിക്കുന്നതിനോട് പറയാം എണ്ണിക്കാൻ, പരിചയം എടുക്കാൻ. അവനിങ്ങനെ പൊറോട്ട എടുത്ത് പിടിച്ചേക്കാ പരിചയ പോലെ. അവനോട് പറയാം, അത് താഴെ വെച്ചിട്ട് പരിചയം എടുത്ത് എണ്ണ പൂശി റെഡിയായിട്ട് ഇറങ്ങാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ കാര്യം,
ഇതേ ഈ ബേൽശസ്സർ അനുഭവിച്ച വേദ മുഴുവൻ ഇത് മുൻകൂട്ടി യെശയ്യാ പറയുക. അവൻ ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. എന്റെ അരയിൽ വേദന നിറഞ്ഞ് ബോർഡ് വായിച്ചപ്പോ മഹത്തുക്കളിൽ 1000 പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭുക്കന്മാരെ എഴുന്നേൽക്ക്, കാരണം അപ്പുറത്ത് വന്ന് കോരശ് നിൽക്കുക. കോരശിന്റെ സേന വന്നു, ഇവിടം വളഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവന്റെ അരയിൽ വേദന നിറഞ്ഞു, ഭയചകിതനായി. ദാനിയേൽ വന്നത് വ്യാഖ്യാനിക്കുന്നതൊക്കെ നമുക്കറിയാം. പോട്ടെ, അത് നമ്മൾ ഒത്തിരി നീട്ടുന്നില്ല. ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചു. ഒറ്റ വാക്കിൽ ഇങ്ങനെ തീർക്കാം. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. കേട്ടല്ലോ. മേദ്യനായ ദാര്യാവേ ശവനു പകരം രാജാവായി. ഇത്രല്ലേ? അപ്പോ നമ്മൾ 6-ാം അധ്യായം വരെ എത്തി. സത്യം പറഞ്ഞു നോട്ട് എഴുതിയേക്കുന്ന അങ്ങനല്ലേ? ഇവിടെ നമ്മൾ മേദ്യനായ ദാര്യാവേശിന് ശേഷം അയാള് മരുമോനും അമ്മായിയപ്പനും ചേർന്നുള്ളൊരു ഭരണകൂടമായിരുന്നല്ലോ. ആദ്യം ഈ വല്യപ്പന് കൊടുത്തു. വല്യപ്പന്റെ കാലം കഴിഞ്ഞപ്പോൾ അതുകൂടെ മോന് കിട്ടി, ആ രാജ്യം കൂടെ. രണ്ടുപേരും കൂടെ ചേർന്ന് കുറെ നാൾ ഭരിച്ചിട്ട് മേദ്യ പേർഷ്യയിൽ ലയിച്ചുപോയി. ഓക്കെ, ഇപ്പൊ അടുത്ത കിങ്ഡം ഏതാണ്? 2 കൈ അതാ സൂചിപ്പിക്കുന്നത്, മേദ്യരും പാർസികളും. രണ്ടുപേരും ചേർന്ന് ആദ്യം ഭരിച്ചു, പിന്നെ ഒരു രാജ്യമായി. അങ്ങനെ പാർസികൾ വ്യാപിച്ചു മുഴു ലോകത്തേക്കും. ഇന്ത്യ വരെ വന്നു. അത് പാർസികൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാം. ഓക്കെ, അകശ്വാരസ് അത് പിന്നെ ഇതൊക്കെ കഴിച്ചാ. ഇനിവേ അങ്ങനെ ഈ പേർഷ്യൻ സാമ്രാജ്യവും ഇങ്ങനെ ശക്തിപ്പെട്ടു. അതൊക്കെ ഒത്തിരി ഉണ്ട്. ദാനിയേലിനെ സിംഹക്കുടിയിൽ ഇട്ടാനും ഒക്കെ തുടങ്ങി സംഭവമൊക്കെ അറിയാം. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. തദനന്തരം പേർഷ്യയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മറ്റേ ബിംബത്തിന്റെ തല കഴിഞ്ഞു, നെഞ്ചും കൈയും വെളികൊണ്ടുള്ള ഭാഗം കഴിഞ്ഞു. നീ താമ്രനിർമ്മിത വയറാണ് ചർച്ചക്കെടുക്കുന്നത്. ഓക്കെ, പിടികിട്ടിയോ? താമ്രനിർമ്മിത വയറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ആരാണത്? മഹാനായ അലക്സാണ്ടറുടെ ഗ്രീസ്. തങ്കം കൊണ്ടുള്ള തലയാരാ? ബാബിലോ. രണ്ടാമത് കണ്ട നെഞ്ചും കൈയും വെളികൊണ്ടുള്ളതാരാ? മീഡോ പേർഷ്യൻ സാമ്രാജ്യം. മൂന്നാമത് വന്നത് ഗ്രീസ്. നമുക്കൊരു കാര്യം അറിയാം, തല ചിന്തയുടെ ഇരിപ്പിടാ, ഈ നെഞ്ച് സ്നേഹത്തിന്റെ ഇരിപ്പിടാ. കുറെ വിവരവും സ്നേഹവും ഒക്കെ ഉള്ള മനുഷ്യരായിരുന്നു പേർഷ്യക്കാർ. അതുകൊണ്ടാ ഇസ്രായേൽ മക്കൾക്ക് പോകാൻ പറ്റിയേ. അവരെല്ലാം പറഞ്ഞു വിട്ടില്ലേ, പൊക്കോളാൻ പറഞ്ഞില്ലേ? നെഹേമ്യാവിന്റെ കാലത്ത് മതിൽ കെട്ടിയില്ലേ? അപ്പൊ നല്ല ഇവരോട് സ്നേഹമുള്ള മനുഷ്യരായിരുന്നു. മൂന്നാമത് വന്ന കക്ഷികൾ വയറാണ്. വയറിന്റെ പ്രത്യേകത ദഹനം, സകലത്തെയും കഴിച്ച് ദഹിപ്പിക്കുന്ന വയർ. അങ്ങനെയാണ്. അപ്പോ മഹാനായ അലക്സാണ്ടർ ലോകരാജ്യങ്ങളെ മുഴുവൻ തിന്ന് തീർത്തിട്ടും മതി വരാത്ത വിശപ്പായിരുന്നു എന്നാണ് അടുത്തടുത്ത രാജ്യങ്ങളെ. ഒരു കാര്യം, ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ദാനിയേൽ പ്രവാചകൻ എത്ര വർഷം കഴിഞ്ഞാണ് ജീവിച്ചിരുന്നേ? 300 കൊല്ലം കഴിഞ്ഞ അയാൾ ജനിക്കുന്നത്. അയാളുടെ കാര്യം വരെ പുസ്തകത്തിലുണ്ട്. നമുക്കതുവഴി ഇവിടെ പോകാം. 8-ാം അധ്യായം എടുത്തിട്ട് 1 മുതൽ വായിച്ചേട്ടെ. 8-ന്റെ 1 മുതൽ. ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലുണ്ടായ പഴയ ദർശനം പിന്നീട് ഓർക്കുകയാണ്. ഓക്കെ, മുമ്പേ പറഞ്ഞാണ് സൂസൻ രാജധാനി. എസ്തേറൊക്കെ പിന്നീട് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, പേർഷ്യയല്ലേ അത്? ഒക്കെ പേർഷ്യയിലാണ് ഇരുന്ന് ഈ കാണുന്നത്. പേർഷ്യൻ രാജധാനിയിൽ ഇരിക്കുമ്പോഴാണ് ഞാനിത് കണ്ടത്, ഇരിക്കുന്നതായിട്ട് കണ്ടു. വായിച്ച്. ഇംഗ്ലീഷ് വായിച്ച് തല നോക്കിയപ്പോ The 3rd year of the reign of King Belshazzar, a vision appeared to me to Daniel, after one that appeared to me the first time. I saw the visions, and so happened which I am looking,
While I was looking, that I was in Shushan the citadel, which is in the province of Elam, and I saw the vision that I was by the river Ulai. Then I lifted my eyes and saw there, standing beside the river, was a ram which had 2 horns, and 2 horns behind. രണ്ട് കൊമ്പുള്ള ഒരാട്ടുകൊച്ചനെ കണ്ടു. ഈ ആട്ടുകൊച്ചനെ കണ്ടു. ഈ ആട്ടുകൊച്ചൻ ആരാണെന്ന് അറിഞ്ഞിട്ട് മതി മുമ്പോട്ടുള്ള യാത്ര. അപ്പൊ ഇത് വിടരുത്. 20-ാം വാക്യം എന്ന് വായിച്ചു. അത് വിടാതെ വായിക്കണം. പിന്നെ തിരിച്ച് ഇപ്പൊ വരാനുള്ള നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്വരാജാക്കന്മാരെ കുറിക്കുന്നു. ഇംഗ്ലീഷ് വെച്ച് The ram which you saw having the 2 horns, they are the king of Media and Persia. ഇതാരാണ്? പറഞ്ഞ കക്ഷികളെ ഒരാടിനോട് ഉപമിച്ച് ചുരുക്കിയിരിക്കുകയാണ്. ഒരാട് വരുന്നതായിട്ട് കണ്ടു. ഇനി ആദ്യം വായിച്ചതിന്റെ ബാക്കി. ഞാൻ തലമുക്കിയപ്പോൾ രണ്ട് ആട്ടുകൊറ്റൻ കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. രണ്ട് കൊമ്പും നീണ്ടവയായിരുന്നു, വിശാലമായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം എത്യോപ്യ മുതൽ ഇന്ത്യ വരെ എസ്തേർ 1:1 8:9 പറയുന്ന അനുസരിച്ച് നീണ്ടുകിടന്നൊരു മഹാസാമ്രാജ്യമായിരുന്നു പേർഷ്യ. പിന്നെ ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം ഇന്ത്യ അല്പം വീക്കായിരുന്നു, പേർഷ്യ വളരെ വലുതായിരുന്നു. പിന്നെ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. അത് പേർഷ്യയാണ് ലാസ്റ്റ് വന്നത്. അമ്മായിപ്പന് ശേഷം മോനിത് കയറി രാജ്യം ഭരിക്കാൻ തുടങ്ങി. പിന്നെ ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചിടിച്ച് കയറുന്നു. രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച് പേർഷ്യക്കാർ കയറുന്നു. മുഴു ലോകം അവരുടെ കൽക്കീഴാകുകയാണ്. അപ്പൊ ഈ ഓരോ സാമ്രാജ്യം വരുന്നതിന് ഓരോ പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ലോകത്തെ ഒരു ഓർഡറിൽ എത്തിച്ചത് ബാബിലോണിയാണ്. ലോകത്തിന് കുറെ മാനവികതയും മനുഷ്യത്വവും ജനാധിപത്യ ബോധമൊക്കെ പതുക്കെയാണെങ്കിലും വന്നു തുടങ്ങിയത് പേർഷ്യക്കാർ വന്നപ്പോഴാണ്. കാരണം അന്ന് മുതൽ ഈ ജനാധിപത്യത്തിന് വില കിട്ടി. അങ്ങനെയാണ് രാജാവ് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും കമ്മിറ്റി സമ്മതിക്കുന്നില്ലെന്ന്. മനസ്സിലായില്ലേ? പണ്ട് രാജാവ് പറഞ്ഞ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, കോരേശിന്റെ ഒക്കെ കാലം എത്തുമ്പോഴേക്ക് ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവിന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രഭുക്കന്മാരുടെ സഭ സമ്മതിക്കുന്നില്ല. ജനാധിപത്യത്തിന് വില കിട്ടി. ജനാധിപത്യത്തിന്റെ ദോഷവും ഗുണവും അത്. പതുക്കെ പതുക്കെ ഇവരെ കൊണ്ടുള്ളത് ഒരു ഏക ദൈവബോധം ഏതെങ്കിലും രൂപത്തിൽ ലോകം മുഴുവൻ എത്താൻ പേർഷ്യൻ സാന്നിധ്യം ഉപകരിച്ചു. നെക്സ്റ്റ് പിന്നെ അതിന് മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. മൃഗങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഓരോ മൃഗമുണ്ടല്ലോ ചിഹ്നമായിട്ട്, അല്ലേ? ഒരു രാഷ്ട്രത്തിനും ആട്ടുകൊറ്റനോട് പോരാടി നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവരും ആരുമില്ല. ഒരുത്തനും അതിനെ രക്ഷിക്കാൻ, അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സാമ്രാജ്യത്വം ശക്തിപ്പെട്ടു. പിന്നെ ഇഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു. അപ്പൊ ഇമ്പീരിയലിസത്തിന്റെ ശക്തി വർദ്ധിച്ചു വർദ്ധിച്ച് ഇഷ്ടം പോലെ ചെയ്തും വമ്പ് കാട്ടിയും പോന്നു ക്രമേണ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോരാട്ടത്തിൽ പടിഞ്ഞാറ് നിന്നും വാക്യം 5 അപകടം വരാൻ പോകുന്നു. ഒരു കോലാട്ടുകൊറ്റൻ. ഇംഗ്ലീഷിൽ എന്താ നടക്കുന്നത്? വേറൊരാട്, ഒരു കോലാട്ടുകൊറ്റൻ. ഈ ആടെ കോലാടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൊമ്പാണ് അതിന്റെ. ഒരു കോലാട്ടുകൊറ്റൻ എവിടുന്നാ വരുന്നേ? പടിഞ്ഞാറ് നിന്ന് സകല ഊതലവും വഴിയായി നിലം തൊടാതെ വന്നു, പറന്നു വന്നു. ആടിന് പറക്കാൻ പറ്റുമോ? എൻ്റെ മോള് പഠിക്കുന്ന സ്ഥാപനത്തിൽ അവിടെ ഒരു വിശുദ്ധനായ മനുഷ്യന്റെ കഥ പഠിച്ചു. ഒരു പുണ്യാളൻ, പുള്ളി ഒരു ആടിനെ ഇങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കൊടുങ്കാറ്റോ പേമാരിയോ ഒക്കെ വന്നപ്പോൾ ഈ വിശുദ്ധൻ ഈ ആടിനെ എടുത്തുകൊണ്ട് ഈ മലയിൽ അങ്ങേ മലയിലേക്ക് പറന്നു എന്നും. അപ്പൊ കേട്ടൊരു പയ്യൻ ചോദിച്ചു, വിശുദ്ധന് പറക്കാം, പക്ഷെ ഈ ആടിനെ കുറിച്ച് പുള്ളി ചിന്തിച്ചോ? നിന്നെ കൊണ്ട് പറക്കുന്ന അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ പോലെ ആട് സാധാരണഗതിയിൽ പറക്കുന്ന സാധനമല്ല. നിലം തൊടാതെ എന്തിനാണ് ഈ ആട് വന്നെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആട് ആരാന്നറിയണ്ടേ? കോലാട്. മറ്റേ ആടിനെ മനസ്സിലായി, 2 കൊമ്പുള്ള ആട്ടുകൊത്തിനെ മനസ്സിലായി. ആരാ? പേർഷ്യ. ഒരു തർക്കവും ഇല്ല. ബാക്കി 20 പേർഷ്യ തന്നെ എഴുതിയിരിക്കല്ലേ? അത് മീഡോ പേർഷ്യയെ സൂചിപ്പിക്കുന്നു. ശരിയല്ലേ? അപ്പൊ കോലാട്ടുകൊത്തൻ ആരാന്നറിയണം. ഇത് ഇവിടല്ലേ?
21 വാക്യം വായിച്ചേ, കോലാട്ടുകൊറ്റനെ കാണാം. കോലാട്ടുകൊറ്റൻ യവനരാജാവും ഇംഗ്ലീഷ് വായിച്ചേ. യവന രാജാവാണ് അവൻ. ഗ്രീസ്. ഗ്രീസിന് മലയാളത്തിൽ പറയുന്നതാണ് യവനൻ. മലയാളം പോലെ അങ്ങനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ഞാൻ അന്വേഷിക്കുകയും ചെയ്യുന്നു. കേട്ടില്ലേ? യവനൻ എന്ന് പറഞ്ഞ ആരാ? ഇന്ത്യയിലെ യുനാനി, അതാണ് ഗ്രീക്കുകാരൻ. ഈ പദം വരുന്നത് ഗ്രീക്കുകാർ വലിയ പരിഷ്കാരികളായിരുന്നു, ചിന്തകന്മാരും കഴിവുള്ളവരൊക്കെ ആയിരുന്നു. ഇവരെ റോമക്കാരിട്ട് വിളിച്ച പേര് ആയോണിയന്മാർ എന്നായിരുന്നു. ആയോണിയം എന്ന് പറഞ്ഞാൽ നഗരം, നഗരവാസികൾ, പരിഷ്കാരികൾ. അത് ആയോണിയം മലയാളത്തിൽ ഒന്നാണ് യവനൻ. നമ്മൾ മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ അങ്ങനെ യവന കഥ എന്ന് കേട്ടില്ലേ? യവനൻ ഗ്രീക്കുകാരൻ. അപ്പൊ പരിവരുത്ത കോലാട്ട് കൊച്ചൻ ആരാ? ഗ്രീസ്. തോന്നോ? ബാക്കി വായിച്ച ആദ്യത്തിന്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച് സകല ഭൂതലവും വഴിയായി നിലം തൊടാതെ വന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കാലൊന്ന് കുത്തണമെന്നുണ്ട്, വേഗത കാരണം പറ്റുന്നില്ലെന്ന്. ഇയാളെ 32 വയസ്സേ ഉള്ളൂ. ആ സമയത്താണ് ഇത്രയും വലിയ വിക്രികൾ കാണിക്കുന്നത്. സകല ഭൂതലവും വഴിയായി വെട്ടിപ്പിടിച്ച് യുദ്ധം ചെയ്തു വരിക. അപൂർവം ചില തോൽവിയൊക്കെയുള്ളൂ. ഇന്ത്യയുടെ സൈഡിലൊക്കെ തോറ്റുപോയി അല്ലേ? ചില തിരിച്ചടികൾ വന്നിട്ടുണ്ടെങ്കിലും ജയിച്ചു. സകല ഭൂതലവും വഴിയായി പടിഞ്ഞാറ് നിന്ന് വന്നല്ലേ? നിങ്ങൾ കൂടെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങോട്ട് നോക്കിയാൽ ഇച്ചിരി കഴിഞ്ഞ് എവിടെയായി പടിഞ്ഞാറെന്ന് മനസ്സിലാകും. ഇറാനിൽ നിന്ന് നോക്കിയാൽ പടിഞ്ഞാറ് കിടപ്പുണ്ട് മാസിഡോണിയ. ഓക്കെ, ഗ്രീസിന്റെ ക്യാപിറ്റൽ അന്നത്തെ മക്കതോനിയ എന്ന് മലയാളം ബൈബിളില്. മാസിഡോണിയൻ രാജാവായ ഫിലിപ്പിന്റെ മകനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അവിടുന്ന് യാത്ര തിരിച്ച് അടുത്തടുത്ത ഇടങ്ങളെ വെട്ടിപ്പിടിച്ച് ഇപ്പോൾ ഇറാൻ വരെ, ഊലായി നദീ തീരം വരെ എത്തി. നീ വായിച്ചേ. പടിഞ്ഞാറ് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊച്ചിന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. പിന്നെ അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊച്ചിന്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞിരുന്നു. അത് ആട്ടുകൊച്ചനോട് ക്രുദ്ധിച്ചു. അടുത്ത വാക്യം അങ്ങനെ അല്ലേ? വായിച്ച്. കൊമ്പുള്ള ആട്ടുകൊച്ചിന്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞിരുന്നു. അത് ആട്ടുകൊച്ചിനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അത് ആട്ടുകൊച്ചിനോട് ക്രുദ്ധിച്ചു. അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2 തകർത്ത് കളഞ്ഞു. പിന്നെ അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊച്ചിനെ ശക്തിയില്ലാതെ മേദ്യയും അവശേഷിക്കുന്ന പേർഷ്യയുടെ അവശിഷ്ടത്തെ ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞു. അലക്സാണ്ടർ യുദ്ധം പേർഷ്യൻ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിച്ചു, മുഴുവൻ ഉന്മൂലനം ചെയ്തു. കോലാട്ടുകൊറ്റന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെ പോയി. പിന്നെ അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെ ഇരുന്നു. അത് അതിന് നിലത്ത് തള്ളിയിട്ട് ചവിട്ടി കളഞ്ഞു. പിന്നെ അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. നിങ്ങൾ നോക്കണേ മക്കളെ, ഗ്രീക്ക് സാമ്രാജ്യം ഏറ്റവും വലുതായി തീർന്നു എന്നത് ചരിത്രം പഠിക്കുന്ന എതിരാക്കറിയാം. ധനനായ ദാനിയേൽ ഇത് എഴുതുമ്പോ ഇങ്ങനൊരു ചിന്ത പോലും ഇല്ല. അതാണ് ബൈബിൾ പ്രവചനങ്ങളുടെ ശക്തി. ഈ പുസ്തകമാണ് നമ്മൾ വിശ്വസിക്കുന്നെന്നുള്ളത് എത്ര സന്തോഷമാണല്ലേ? ചില ആൾ പഴയ നിയമത്തെ ചുമ്മാ അങ്ങ് തള്ളിക്കളയും, എന്നാന്നൊന്നും അറിയില്ലത്, എങ്ങനെ വേണമെന്നും കൈകാര്യം ചെയ്യാൻ. ഇത് പ്രവചനങ്ങളുടെ സമാഹാരമല്ലേ? ദൈവം ചരിത്രത്തിൽ ഇടപെട്ട വിധങ്ങൾ എത്ര ആധികാരികമാണെന്ന് ഓർത്തട്ടെ. ഗ്രീസ് ഏറ്റവും ശക്തിമത്തായ ഒരു രാഷ്ട്രമായി. പിന്നെ പിന്നെ ഒരു സഖ്യകക്ഷിയും കിട്ടിയില്ല കൂടെ ഒന്ന് കൂടാൻ. പിന്നെ അതങ്ങോട്ട് ബലപ്പെട്ട് വരികയും വലിയ കൊമ്പ് തകർന്നു. എന്താ സംഭവം എന്നറിയണ്ടേ? 32 33 വയസ്സുള്ളപ്പോ വലിയ കൊമ്പ് തകർന്നു. മഹാനായ അലക്സാണ്ടർ മരിച്ചു. അത് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ മരണ വീട്ടിൽ. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. കാരണം സകലരും ഇത് പറയുന്നുണ്ട്. അലക്സാണ്ടർ ഇങ്ങനെ പോയാൽ കുഴി നിറഞ്ഞാൽ നമുക്കിട്ട് അടിക്കും. പുള്ളി തന്നെ കിട്ടും അടുത്തു. അതുകൊണ്ടാണ് കൈ രണ്ടും ഇങ്ങനെ ഇട്ട് പോയ അതേ രീതിയില്ലേ. 32 വയസ്സേ ഉള്ളൂ.
മരിച്ചു. 32 33. സ്തോത്രം. അപ്പോൾ മഹാനായ അലക്സാണ്ടർ മരിക്കുമ്പോൾ അയാൾക്ക് പ്രായമായ കുഞ്ഞുങ്ങളൊന്നുമില്ല, കൊച്ചേ ഉള്ളൂ. 32 വയസ്സുള്ളവൻ്റെ കുഞ്ഞ് അത്രയും പ്രായമല്ല അവരുള്ളൂ. ഏതായാലും ഒരു സംഭവം ഉണ്ടായി. ഇയാൾക്ക് 4 സൈനിക മേധാവികളുണ്ടായിരുന്നു, ശക്തരായിരുന്നു. അവരുടെ പേര് കൂടി അത്യാവശ്യക്കാർക്ക് കുറിച്ചെടുക്കാം. പേര് ഞാൻ പറയാം. ഒരുത്തൻ്റെ പേര് ലെസിമാക്കസ് എന്നായിരുന്നു. ലെസിമാക്കസ്. ലെസിമാക്കസ്. ഈ ലെസിമാക്കസ് അലക്സാണ്ടർ ഒരു അളിയനും കൂടായിരുന്നു. കാരണം അയാൾ വിവാഹം കഴിച്ചത് തൻ്റെ ഹാഫ് സിസ്റ്റർ ആയിരുന്ന തെസ്സലോനിക്ക എന്നൊരു പെൺകുട്ടിയാണ്. നമ്മൾ തെസ്സലോനിക്ക അറിയും, ഒരു ലേഖനം, 2 ലേഖനം അല്ലേ? മഹാനായ അലക്സാണ്ടറുടെ അപ്പനായ ഫിലിപ്പ് രാജാവിന്റെ മകളായിരുന്നു ആരാ? ഈ തെസ്സലോനിക്ക. അവളുടെ പേര് നിലനിർത്താൻ ഒരു പട്ടണത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് തെസ്സലോനിക്ക. ഓക്കെ, അപ്പന്റെ പേര് നിലനിർത്താൻ ഒരു പട്ടണത്തിന് പേരുണ്ട് ഫിലിപ്പിയ. തന്റെ തന്നെ പേരുണ്ട് പട്ടണത്തിന്, അലക്സാണ്ട്രിയ, ഈജിപ്തില്. അങ്ങനെ ഇവരെ ചരിത്രമായിട്ട് കെട്ടുപിണഞ്ഞ ഇടക്കായത്. സ്തോത്രം. ഇതാ ബൈബിളിലെ സംഭവങ്ങൾ ലോകചരിത്രമായിട്ട് ഇങ്ങനെ ഇടവഴകിയാ പോകുന്നത്. വാലും തലയില്ലാതെ ഏതാണ്ടെല്ലാം പറഞ്ഞു പോവില്ല. ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച്, അവരുടെ നാടിനെ കുറിച്ച്, അവിടുത്തെ ഭൂമിശാസ്ത്രത്തെ പറ്റി, അവിടുത്തെ സംസ്കാരത്തെ പറ്റി അതിനെ തൊട്ടറിഞ്ഞാണ് സമാന്തരമായി ബൈബിൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അല്ല കുറെ മിത്തുകളെല്ലാം കൂടെ സൃഷ്ടിച്ച് കൊണ്ടുപോകില്ല. സ്തോത്രം. പ്രൈസലോ. നമ്മൾ പുരാണങ്ങളിലെ കണ്ടിട്ടുണ്ട്, ജീവജാലങ്ങളുടെ മീതെ ദൈവങ്ങൾ കയറി വരുന്ന കഥയൊക്കെ അല്ലേ? എന്നാ ഇപ്പൊ എന്നാ ഇങ്ങനെ വരാത്തെ? നമ്മുടെ കൺമുമ്പിലൂടെ ഒന്ന് വരണമായിരുന്നല്ലോ അല്ലേ? കാരണം ഇത്തരം കക്ഷികൾ ഓർക്കുക, മനുഷ്യൻ ഇതിലും അപ്പുറത്തെ വണ്ടി കണ്ടുപിടിച്ചല്ലോ, മോശമായെന്ന്. നാണക്കേട് കാരണമായിരിക്കും ഈ എലിയുടെയും പുലിയുടെയും മയിലിന്റെ ഒന്നും പുറത്ത് ഇവർ വരാത്തെ. കളിയാക്കിയതല്ല. പക്ഷെ ബൈബിളിലെ ദൈവം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് എന്ത് ചെയ്തോ അത് ഇന്നും ചെയ്യും, ഇപ്പൊ ചെയ്യുമെന്ന് ഒരു മടിയില്ലെന്ന്, ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന്. കാരണം അങ്ങനെയുള്ള കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മിത്തല്ല ഇത്. വ്യത്യാസം മനസ്സിലായോ? ബൈബിൾ സംഭവങ്ങൾ തെളിയിക്കേണ്ടത് മിത്തോളജി കൊണ്ടുമല്ല. സ്തോത്രം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെയിന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു തെളിവെടുക്കുന്ന കാൽപാദമാണ്. പാറയിലൊരു കാൽപാദം, അത് ഒരു കാലേ ഉള്ളതാണ്. എന്തൊരു ചവിട്ടി. ഇതാ മിത്ത്. മിത്തെന്ന് പറഞ്ഞാൽ ഇത്തരം കഥയല്ല. പിടികിട്ടിയോ? മിത്തിന് വേണ്ട അതല്ല, ആ ചരിത്രത്തിന് വേണ്ട അതല്ല. അദ്ദേഹം ഇടപെട്ട മനുഷ്യരോ അദ്ദേഹത്തിൻ്റെതായ കുറിപ്പുകളോ അത് നമുക്ക് ആ കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ച് കാലഘട്ടം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സൂചനയാണ് വേണ്ടത്. പിടികിട്ടിയോ? അതിനർത്ഥം അദ്ദേഹം വന്നില്ലെന്നല്ല ഈ പറഞ്ഞ. അതിനെടുത്ത ചരിത്രത്തിന്റെ തെളിവ് ആറ്റല്ല, കഥയല്ല ഇതിന് വേണ്ടത്. മനസ്സിലായില്ലേ? സംഭവങ്ങളുടെ കിടപ്പൂടി കിട്ടിയോ? അപ്പൊ ദൈവമക്കൾ മനസ്സിലാക്കിയേ, ബൈബിൾ അങ്ങനെയല്ല രൂപം പ്രാപിക്കുന്നത്. അത് മുമ്പോട്ട് വരുന്നത് ജീവിച്ചിരുന്ന രാജാക്കന്മാരോട്, സംഭവങ്ങളോട്, വിഷയങ്ങളോട് വടവരുതിയാണ് അതിലെ സത്യങ്ങൾ സ്ഥാപിച്ചത്. സ്തോത്രം. മുമ്പോട്ട് പോകാം. അപ്പോൾ കോലാട്ടുകൊത്തിന് ഏറ്റവും പ്രബലമായി തീർന്നു. അലക്സാണ്ടർക്ക് 4 സൈനികർ. ഒരുത്തന്റെ പേരെ പറഞ്ഞുള്ളൂ, ലെസിമാക്കസ്. ഇനി ഒരുത്തന്റെ പേര് കസാണ്ടർ എന്നായിരുന്നു. അലക്സാണ്ടർ പേരോട് നല്ല സാമ്യം വരുന്നു. കസാണ്ടർ, സെക്കൻഡ് വൺ. ഇനി മൂന്നാമതൊരുത്തനുണ്ട്, ടോളമി. ടോളമിയുടെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ PA തുടങ്ങണം, PTOLEMY, ടോളമി. ഓക്കെ, ഇതാണ് നമ്മുടെ മലയാളം ബൈബിളിൽ തലോമായി എന്നൊക്കെ കാണുന്നത്. തലോമായി. ഓക്കെ, ബർത്തലോമായി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടോളമിമാരൊരു വലിയ രാജവംശമാണ്. ഇവരെല്ലാം ധീരന്മാരായതുകൊണ്ട് പിന്നീട് വരുന്ന ആളുകളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ടോളമി എന്നുള്ള പേരങ്ങിടും. അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ കോതമംഗലത്ത് എൽദോസ് എന്ന് പറഞ്ഞ പോലെ ഇവരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. അല്ലെങ്കിൽ ബേസിൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ഒരു ബേസിൽ. അങ്ങനെ ഒരു വിഷയം വരുന്നതുകൊണ്ട് ഇവരെ തങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേരിടും. ടോളമി കുഞ്ഞെന്നോ ടോളമി മോനെന്നോ ജോയി മോൻ എന്നൊക്കെ ഇടുന്ന പോലെ. 5-6 ജോയി ഉണ്ട്. ഒരു ജോയി നമ്മൾ ചെറിയ ജോയി എന്ന് വിളിക്കരുത്, വലിയ ജോയി ചെറിയ ജോയി എന്നൊക്കെ വിളിക്കുന്ന പോലെ. അങ്ങനെയാണ് ബർ തലോമായി. തലോമായി കുഞ്ഞ്, തലോമായുടെ മോന്. ബർ അർത്ഥം പുത്രൻ. ഓക്കെ. അപ്പോ ഇത് ലോപിച്ചതാണ് ടോമി. ടോളമി ലോപിച്ചതാണ് ടോമി. അത് തിമായി, ബർത്തിമായി. വലിയൊരു വിഷയം കൂടെ വരും, ശ്രദ്ധിച്ചേ. ബർത്തിമായി ഒരു കുരുടം വഴി കിടക്കുന്നുണ്ടോ?
അവൻ ഈ പേര് വന്നത് ഒരു രാജാവിന്റെ പേരിൽ നിന്നാ, ഒരു രാജവംശത്തിന്റെ പേരിൽ നിന്നാ, ടോളമിയുടെ. മനസ്സിലായില്ലേ? രാജവംശത്തിലെ പേരാ, പക്ഷെ പണി ബെഗറ, യാചിക്കുക. ആ തീരെ വിവരം കേട്ടവനല്ല അവൻ. അതുവഴി വരുന്ന യേശുവിനെ വിളിച്ച് വിളി കേട്ടോ, ദാവീദ് പുത്ര. ആ മോശമല്ല കിടക്കുന്നേ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഇവൻ ഈ പേരിട്ട അമ്മ പറഞ്ഞു, കുഞ്ഞെ ഇതൊരു രാജാവിന്റെ പേരാ. അമ്മ ഇത് നിർത്തി വിട്ടല്ല, അമ്മയ്ക്ക് ഇനി ഇത് ആരായാലും മക്കൾ വലിയ മക്കളല്ലേ, സ്നേഹമാണ് അമ്മയ്ക്ക്. എന്റെ പേര് രാജാവിന്റെ പേരാ. ആ പേരും കൊണ്ട് യാചിക്കാനിരിക്കുമ്പോഴൊക്കെ അവനൊരു നാണക്കേടുണ്ട്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പറ്റി, ആ കൂടെ ദാവീദിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. അവന് ദാവീദ് പുത്രനായ യേശുവിനെ പറ്റി കേട്ടു. നാട്ടുകാരൊക്കെ യേശുവിനെ അപഹസിക്കുന്ന കാലത്തെ, മനസ്സിലായില്ലേ? തച്ചന്റെ മകനെ ആക്ഷേപിക്കുന്ന കാലത്തെ, ശാസ്ത്രം അറിയാത്തൊരു വിവരദോഷി എന്ന് വിളിക്കുന്ന കാലത്തെ, അന്ധനൊരുത്തനും ഒറ്റയ്ക്ക് അവിടെ പറയുക, ദാവീദ് പുത്ര. ആ വിളിയാണ് സത്യത്തിൽ അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചേ. അന്ധനായിട്ട് എന്താ കാര്യം? നമ്മുടെ കണ്ണ് തുറന്നിട്ട് എന്താ കാര്യം? അവന് ഭാഗ്യവാനാ. കാരണം ഞാനും നിങ്ങളൊക്കെ കണ്ണ് തുറന്നപ്പോ അപ്പനെ അമ്മയെ, അതല്ലെങ്കിൽ ഈ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സൂക്ഷിക്കാൻ വന്നൊരു മിഡ് വൈഫിനെ, അതും അല്ലെങ്കിൽ ഹോസ്പിറ്റല്, അല്ലേ? ഹോസ്പിറ്റലിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകരതയാ. ഇവരെല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നു. കൊച്ചനിത് കണ്ടാ ജനിച്ച്, ആലോചിച്ച് നോക്കി. ഇത്തരം കാഴ്ച കണ്ടാ വന്നെങ്കിൽ അന്ധനായ തീമായി കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് യേശുവിനെയാണ്. പിന്നെ അന്ധനായി നിന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഭൂതകാലം മുഴുവൻ അവന് ഒന്നും അല്ലാതെ പോയി. പോട്ടെ, ടോളമിയെ മറക്കണ്ട, ആ പേര് പിന്നുണ്ടാക്കി ഇമ്പാക്റ്റ് മറക്കണ്ട. ഞാൻ വിഷയം വിട്ട് പോയതല്ല, അത് പൊക്കോട്ടെ. വേറെ വിഷയത്തിൽ കൂടെ വന്നാ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ എത്തി നമ്മള് 3. ഇനി ഒരുത്തന്റെ പേര് സെലൂക്കസ് എന്നായിരുന്നു. സെലൂസിഡുകൾ എന്നൊക്കെ ചരിത്രത്തിൽ ഇവരുണ്ട്. ഇതൊരു രാജവംശമാണ്. ഇവര് 4 പേരുണ്ട്. ഈ അലക്സാണ്ടർ ലോകത്തിന്റെ പലയിടങ്ങളിൽ പോയി പടവരുതി. അയാളുടെ ജീവിതമൊക്കെ ഒത്തിരി അരാജകത്വം നിറഞ്ഞതായിരുന്നു. ഇത്തരം ആളുകളൊന്നും ഈ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ജീവിതത്തിൽ എവിടെയും വിജയിക്കില്ല. അതൊരു വിഷയം. നമുക്കൊരു മെന്റർ ഇല്ലെങ്കിൽ, ഞാൻ തന്നെയാണ് സർവ്വവും നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മൾ തോറ്റുപോകും. നമ്മളെ ശിക്ഷിക്കാൻ ശാസിക്കാനൊക്കെ ഉള്ള അധികാരം അനുവാദമുള്ള മെന്റേഴ്സ് വേണം ജീവിതത്തിൽ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരു സഭയെ ശരിയല്ല, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം 2 ദിവസമൊക്കെ ഞായറാഴ്ച അവിടെ ഇരിക്കും. 3-ാമത്തെ ആഴ്ചയിൽ അവൻ സീരിയലും കണ്ട് അവിടെ ഇരിക്കുന്ന കാണാം. മെന്റർ വേണം നമുക്ക്. ശിക്ഷിക്കുന്ന ശാസിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർ വേണം. ഇത് അലക്സാണ്ടർക്കും പറ്റിയേ. വഴിവിട്ട ജീവിതം, മദ്യപാനം, പലതരം കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ രോഗിയായി. രോഗം ഗൗരവത്തിലെടുത്തില്ല, ട്രീറ്റ് ചെയ്തില്ല. ആ വരുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, ഇവിടെയാണോ പറഞ്ഞെന്നറിയില്ല, പൗലോസ് ജനിച്ചു വളർന്ന തർസോസിലാ പുള്ളി ലാസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? തർസോസിൽ ഇന്ന് അവിടെ ഒരു നദിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ നദി ഒഴുകുന്ന അതിലെയാണ്. തണുപ്പേറിയ നദികളിൽ ഒന്ന് ഒഴുകുന്ന അതിലെയാണ്. അതിന്റെ പേര് സിറ്റ്നസ് എന്നായിരുന്നു. ഈ സിറ്റ്നസ് വന്ന് മെഡിറ്ററേനിയൻ കടലിലാണ് പതിക്കുന്നത്. ഈ സിറ്റ്നസിലൂടെ നമ്മുടെ ആന്റണിയും ക്ലിയോപാട്രയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന്. സുഖവാസ കേന്ദ്രമാണ്. കപ്പലിൽ ഇങ്ങനെ മനുഷ്യൻ പോകുമായിരുന്നു. അത്ര തണുപ്പുള്ള സ്ഥലമാണ്. അലക്സാണ്ടർ യുദ്ധം കഴിഞ്ഞൊരു ഉന്മേഷത്തിന് ഈ സ്ഥലം വഴി വന്ന ഈ വെള്ളം ആളുകളെ ഈ സ്ഥലമെല്ലാം കണ്ട് പനിനീര് പൂശി അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കൊപ്പം എഴുത്ത് വെള്ളത്തിൽ ചാടി കുളിച്ചു. പലരും പറഞ്ഞു ചാടരുത് ചാടരുത്. പക്ഷെ ഈ തണുപ്പേറിയ വെള്ളം സ്വതവേ രോഗിയായിരുന്ന അലക്സാണ്ടറെ ക്ഷീണിതനാക്കി. നീട്ടുന്നില്ല. അയാളുടെ അവസാനത്തെ കുളി അവിടെ ആയിരുന്നു. പിന്നെ കുളിക്കേണ്ടി വന്നില്ല. സുഖമില്ല, കൊണ്ടുപോയി. അത് പിന്നെ പറയാം. പിന്നെ അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഓർത്തപ്പോ ഇവിടെ പൗലോസ് ജനിച്ചു വളർന്ന സ്ഥലമാണ്. വിൽക്കാലത്തിന് 100-300 കൊല്ലം കഴിഞ്ഞല്ലേ. ഇവിടെ പൗലോസ് ജനിച്ചു വളർന്ന സ്ഥലമാണെങ്കിൽ ക്ഷമിക്കണം, ഈ ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായമുണ്ടല്ലോ പൗലോസിന്റെ കൊച്ച്, ആ സമയം മുതൽ അങ്ങേര് ചാടി കുളിച്ച വെള്ളമാണ് അല്ലേ. അകാലപ്പുറ എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ചാടിക്കുളിച്ചൊരു വീര്യം അദ്ദേഹത്തിനുണ്ട്. 25,000 ഗ്രീഷ്യൻ കുതിരപ്പട, ബാൽക്കൻ കുതിരപ്പട, കടയാളികളെ എല്ലാം കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയവനാണ് അലക്സാണ്ടർ. ഓട്ടം ഇവിടെ വന്നപ്പോൾ നിലച്ചു. ഈ വെള്ളത്തിൽ വെച്ച് തീർന്നു. ഇവിടുന്ന് ലോകം വെട്ടിപ്പിടിക്കാൻ
ഒരു പടയാളിയും സ്വന്തം ഇല്ലാതെ, ഒരു നാണയത്തൊട്ട് കയ്യിലില്ലാതെ, ആരുടെയും പിൻബലമില്ലാതെ, ആയുധം കയ്യിലില്ലാതെ ഒരുത്തൻ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു. അതായിരുന്നു പൗലോസ്. 30 കൊല്ലം കഴിഞ്ഞു പറയാ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, സുവിശേഷത്തിന് വേണ്ടി പിടിച്ചെന്ന്. ഇവിടെ മൊത്തം ഇതാ സുവിശേഷത്തിന്റെ ശക്തി. ഈ പവറാ നമ്മിലും വ്യാപരിക്കുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിന്റെ മുമ്പിൽ കീഴടങ്ങാത്തൊരു വീര്യം, ഒരഭിഷേകമായി ദൈവതങ്ങളെല്ലാം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കറക്കം 30 കൊല്ലം എടുത്തുള്ളൂ. ഞാനതിൽ ആവേശം പറയുന്ന ഒരു കാര്യം ഓർക്കും. ഈ കൈസർ എന്ന് പറഞ്ഞുണ്ടല്ലോ, ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാ. ഇയാള് നമ്മുടെ പേര് കുറ്റം ചുമത്തും, സുവിശേഷം പ്രസംഗിച്ചു, ജയിലിലോട്ട് പോകാൻ നേരം വായിച്ചു കേൾപ്പിക്കും. എല്ലാ ജയിലിലും അങ്ങനെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വായിച്ചു കേൾപ്പിക്കും അവിടെ കുറ്റസംഗതി. എന്നിട്ടൊരു സാരോപദേശം പോലെ പറയും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സൽസ്വഭാവിയായി എല്ലാ കുറ്റങ്ങളും ഇവിടെ വെച്ച് തീർത്ത് മാന്യനായി നീ പൊക്കോണം. ഇതും പറഞ്ഞാ കേട്ടുന്നേ. പൗലോസിനോട് എന്തായിരിക്കും പറഞ്ഞേ? ഈ സുവിശേഷം ഒന്നും പ്രസംഗിക്കല്ലേ, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, അതോട് പൊക്കോ. പൗലോസ് പ്രസംഗിക്കാതിരിക്കുവോ? ഇല്ല. പണ്ഡിതനും പ്രഭാഷണപടുവുമായ പൗലോസിനെ കാണാൻ ആൾക്കാരിലേക്ക് വരും. ആ കൂടെ കൈസറുടെ അരമനയുള്ള ചിലര് ഈ കൗൺസിലിങ്ങിനൊക്കെ വന്നു. ഇവനെ ഒന്ന് പറഞ്ഞു തിരിപ്പിക്കാൻ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ എപ്പോഴും ജയിലിൽ പോയി കൗൺസിലിംഗ് നടത്താറുണ്ട് നാട്ടിലൊക്കെ. കുറ്റവാളികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനെന്നാ പെർമിഷൻ ഉണ്ടതിന്. ഈ വരുന്നവരൊക്കെ പൗലോസിനെ കണ്ടിട്ട് തിരിക്കാൻ നോക്കിയപ്പോൾ പൗലോസ് അവരെ തിരിച്ചെന്നു. കൗൺസിലിങ്ങിന് വന്നവനെ അങ്ങ് തിരിച്ച്. കൗൺസിലിങ്ങിന് വന്നവൻ അവിടെ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്നു. മനസ്സിലായോ? കൈസറുടെ വേണ്ടപ്പെട്ടവനെല്ലാം രക്ഷിക്കപ്പെട്ടെന്ന് തെളിവെന്നാന്നറിയണ്ടേ? പിന്നെ ലേഖനം എഴുതുമ്പോ കക്ഷി പറയാ, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. വായിച്ചിട്ടുണ്ടോ? ഇതിപ്പോ അടി വേണോ? പിടിച്ച് നമ്മളെ അകത്തിട്ടാ നിന്റെ വീട്ടിൽ കയറി നമ്മൾ ചർച്ച് പ്ലാൻ ചെയ്യും. ഇതാ കാര്യം. ഞങ്ങൾ ഇതിനകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചർച്ച ഒന്നിൽ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവനെ ഞങ്ങൾ നോക്കിപ്പോക്കും. വേണമെങ്കിട്ട് കാര്യമില്ല. ഇതാണ് സുവിശേഷത്തിന് ബന്ധനമില്ല. എത്ര ആനന്ദമാണ് സുവിശേഷത്തിന് ബന്ധനമില്ലെന്നുള്ള ഓർമ്മ. അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. എല്ലാ ഇരുട്ടിന്റെ നിഗൂഢതകളെയും വെട്ടിമാറ്റുന്ന ഉജ്ജ്വലമായ ആയുധമാണ് സുവിശേഷം. ആ സുവിശേഷം എല്ലായ്പ്പോഴും എവിടെയും പ്രസംഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി തീരണം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് 4 പേര് ഇയാള് സുഖമില്ലാതെ കൊണ്ടുപോയി കൽത്തളത്തിൽ ഇങ്ങനെ കിടത്തിരിക്കുക. വാറ്റുമരുന്നും നീറ്റുമരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട്. വൈദ്യന്മാരുടെ അടുത്ത് നിൽപ്പുണ്ട്. ചില നാളായിട്ട് ബോധമില്ല. ഇടയ്ക്കൊരു നിമിഷം കണ്ണു തുറന്നു. എന്തിനോ വേണ്ടി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ ഇതാ അടുത്ത് ലസിമാക്കസ് അടുത്ത് നിൽക്കുകയാണ്. എന്തോ ചക്രവർത്തിക്ക് പറയാനുണ്ടെന്നറിഞ്ഞ് ലസിമാക്കസ് അടുത്തേക്ക് ചെന്നു. ഈ കാതുകൾ ഇങ്ങനെ പിടിച്ചു വായുടെ അടുത്തിരിക്കും. അതരത്തിനടുത്തേക്ക് ഈ കാത് കൊണ്ട് എന്നിട്ട് പറഞ്ഞു, പ്രഭോ, ആജ്ഞാപിച്ചാലും പ്രഭോ പറയൂ, ഏത് രാജ്യം വെട്ടിപ്പിടിക്കണം, എതുവഴി പോണം? നമ്മുടെ പടയാളികൾ ഇങ്ങനെ ആയുധം രാഗിമനിക്കി റെഡിയായി നിൽക്കുക. കുതിരയുടെ കടിഞ്ഞാണുകൾ കയ്യിലെന്ത് നിൽക്കുക. എല്ലാ ദിവസവും നിന്റെ ആജ്ഞ കേൾക്കാൻ എതുവഴി പോണം, എവിടം പിടിച്ചെടുക്കണം, പറയൂ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങി കിടക്ക വിട്ട് ഉണരും. നീ ഉണരുമ്പോഴേക്കും ഗ്രീസിന്റെ ഭൂപടത്തോട് ഞങ്ങൾ പുതിയൊരു രാജ്യം കൂടി ചേർക്കും. പറഞ്ഞാൽ മതി. ആജ്ഞാപിച്ചാലും പ്രഭു. ഇത് കേട്ട അലക്സാണ്ടറുടെ കണ്ണിലൂടെ കണ്ണീർച്ചാലുകൾ പുറത്തു വന്നു. വിക്കി വിക്കി ശബ്ദമെടുക്കാനാവാതെ പറഞ്ഞു, ലസിമാക്കസ്, എനിക്കിനി ആജ്ഞയൊന്നുമില്ല. ആജ്ഞാപിക്കുന്ന അലക്സാണ്ടർ അല്ലിത്. എനിക്കൊരപേക്ഷയാണുള്ളത്. അപേക്ഷ പാസുമാർ പ്രസംഗിക്കുമെന്ന് ഞാൻ പറഞ്ഞേ, ഓർമ്മയുണ്ടോ? മരിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. അയാളുടെ മരണശേഷം കുറേ നാള് 5-6 വയസ്സുള്ളൊരു കൊച്ച് ഭരിച്ചു. അലക്സാണ്ടർ ജ്യേഷ്ഠൻ അവനെ വെച്ച് ഭരിച്ചു. കൊച്ചിനെ ഉടുപ്പുമെല്ലാം ഇട്ട് രാജാവാക്കി. പക്ഷെ കുറേ കഴിഞ്ഞ് ഈ ഉടുപ്പുമെല്ലാം ഇട്ട് ഇവനായിക്കഴിഞ്ഞു വയസ്സ് 5 or 6 ഓർത്തില്ല, അവനങ്ങ് ഒറിജിനൽ രാജാവായി. വലിയ പ്രശ്നം. രാജ്യം അരാജകത്വത്തിലേക്ക് പോയി. ചുരുക്കത്തിൽ ബൃഹത്തായ ഗ്രീക്ക് സാമ്രാജ്യം 4 തുണ്ടുഭൂമികളായി 4 സൈനികർ അങ്ങ് വീതിച്ചെടുത്തു. 4 കഷ്ണം.
പിന്നെ ഈ 4 പേരുടെ പേര് പറഞ്ഞേ കേട്ടല്ലോ. ഇതൊക്കെ പിന്നീട് നടന്നാന്നേ, ചരിത്രത്തിലുള്ളതാന്നേ. പക്ഷെ നമ്മുടെ അത്ഭുതം അതല്ലെന്ന്. മഹാനായ ദാനിയേൽ പറയും, പ്രബലമായപ്പോൾ അവന്റെ വലിയ കൊമ്പ് തകർന്നു. അവന്റെ വലിയ കൊമ്പിന് പകരം ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. കേട്ടോ വചനം? ആ, വായിച്ചോ, നേരാണോന്ന്? ആ ഇതിപ്പരെ എന്താ നമ്മൾ വിശ്വസിക്കേണ്ട ദൈവജനത്തിന്റെ ശക്തി? ചരിത്രത്തോട് ഇത്ര ഇടപെട്ട ഒരു കൃതി ലോകത്തില്ല. ഈ പുസ്തകത്തോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരാധ്യാത്മിക ഗ്രന്ഥത്തെ ആർക്കും ഉയർത്തിക്കാട്ടാൻ കഴിയില്ല. ഇതാ ഈ പുസ്തകത്തിന്റെ മഹിമ, അതാ ഇതിന്റെ ശ്രേഷ്ഠത. ഈ പുസ്തകം പ്രസംഗിക്കാൻ കഴിഞ്ഞതും കൊണ്ടു നടക്കാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യമാണ്. സ്തോത്രം. പ്രവചനത്തിന്റെ ശക്തി വെളിയിട്ടിയ ഒത്തിരി വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം 3 സാമ്രാജ്യങ്ങളെ പഠിച്ചു, വയറുവരെ എത്തിയില്ലേ. ഇതിങ്ങനെ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കില്ലോ എന്ന് പോയി അവസാനം BC 63 ആകുമ്പോഴേക്കും റോമൻ സാമ്രാജ്യം ക്രിസ്തുവിന് 63 വർഷം മുമ്പ് നിലവിൽ വന്നു. പതുക്കെ ഇതുവരെയും പോകാത്തൊരു സാമ്രാജ്യം റോമൻ കേട്ടോ. അതങ്ങനെ പോയില്ല. റോമൻ സാമ്രാജ്യം ഇപ്പോഴും ഉണ്ട്. പേര് പറയാ, അതിന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ എന്ന്. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലെ അംഗരാഷ്ട്രങ്ങളായി കിടക്കാൻ നമ്മൾ നിൽക്കുന്നതൊക്കെ മനസ്സിലായോ? പേരൊക്കെ മാറി. അപ്പോൾ റോമൻ സാമ്രാജ്യം എത്തുമ്പോഴേക്കും 4 സാമ്രാജ്യങ്ങൾ ലോകത്ത് വന്നു. ബിംബത്തിന്റെ 4 പാർട്സ് മനസ്സിലായോ? എന്തൊക്കെയാണ്? തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് മേദ്യ പേർഷ്യ, വയറ് താമ്രം കൊണ്ടുള്ളത് ഗ്രീസ്, ദെൻ തുട ഇരുമ്പുകൊണ്ട് ആരാ? ഏതാ? റോമൻ. പിൽക്കാലത്ത് ഈ 2 കാലമുണ്ട്. 2ആയിട്ട് റോമ, പാശ്ചാത്യ റോമയും പൗരസ്ത്യ റോമയായിട്ട് കിഴക്കും പടിഞ്ഞാറായിട്ട് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു പോയി. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് ഒന്ന്, അത് നമ്മുടെ റോമ കേന്ദ്രീകരിച്ച് പക്ക റോമ കേന്ദ്രീകരിച്ച് 2ആയിട്ട് പോയി പിൽക്കാലത്ത്. അതൊക്കെ നമുക്ക് ചർച്ച ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ഈ കാലത്താണ് നമ്മുടെ കർത്താവ് ജനിക്കുന്നത്. 63 വർഷം മുമ്പ് വന്നല്ലോ. വന്നത് പ്രബലമായി. ഈ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ അവരെ കാൽക്കീടായി. അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന, യേശു ജീവിച്ചിരുന്ന സ്ഥലം ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം റോമായിരുന്നു. റോമിന് കീഴിൽ ഒരു നാട്ടുരാജ്യമായി അത് കഴിഞ്ഞു. ആ നാട്ടുരാജ്യത്തിലെ രാജാവിന്റെ പേര് ഹെരോദ എന്നായിരുന്നു. ഓക്കെ. ബ്രിട്ടീഷുകാർ കൊണ്ട് നമ്മുടെ രാജ്യത്ത് വരുമ്പോഴും അവിടെയുള്ള രാജാക്കന്മാർക്ക് കുറെ അധികാരമുണ്ട്. പക്ഷെ എല്ലാ അധികാരവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിധേയമാണ്. 1857 വരെ, 1857 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിലായിരുന്നു. ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റ്സ് എല്ലാം അതിന് കീഴിലായിരുന്നു. 57 വരെ. 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം ആർക്ക് പോയി? ബ്രിട്ടീഷ് ഗവൺമെന്റിന് പോയി, പാർലമെന്റിന്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ഒക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ആക്ട് എന്ന് മാത്രമല്ല, നമ്മൾ പറയാ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യ ശിക്ഷാ നിയമം ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് 1816 ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാകുന്നത്. അറിയായിരുന്നോ? കേട്ടില്ല? ഇവിടുന്ന് ഉണ്ടായ സാധനം ഇന്ത്യൻ പീനൽ കോഡ്. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് അവർ നടത്തി ഭരണം. ഒത്തിരി സംഭവങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇന്ന് കാണുന്ന ആ സംഭവങ്ങൾ നമ്മളെ ഇന്നും പെറ്റിയടിക്കുന്നത് 1860 നിയമം വെച്ചാണ്. ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് ഇവിടുന്ന് ഉണ്ടാക്കിയ സംഗതിയാണ്. 1860 നിയമമാണ്. അത് ഭേദഗതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല. കോടതിയിൽ ഇന്ന് നടക്കുന്ന വ്യവഹാരം അന്ന് എഴുതിയാണ്. അപ്പൊ കണ്ടോ, റോമിലുണ്ടായ, ബാബിലോണിലുണ്ടായ നിയമം കറങ്ങിത്തിരിഞ്ഞ് വന്ന വരവുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വരെ അതിന്റെ സ്വാധീനം ഉണ്ടായുണ്ടോ? ഏറ്റവും കൂടുതൽ മനുഷ്യരോടല്ലേ? അവിടെ വരെ അതിന്റെ നിയമത്തിന്റെ ആ സ്പർശനം, അതിന്റെ സ്വാധീനം ഉണ്ടായി. പോട്ടെ. ഇതുപോലെ റോമക്കാർ ലോകത്തെ ഭരിക്കുമ്പോ ഇസ്രയേൽ ഭരിച്ചിരുന്ന രാജകുടുംബത്തിന്റെ പേരായിരുന്നു ഹെരോദ. ഹെരോദ എന്നയാളുടെ പേരല്ല, സ്ഥാനപ്പേരാ. ഓക്കെ. ഫറവോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന്റെ പേരാണ് ഹെരോദ. ഹെരോഡിയൻസ് ഒത്തിരിയുണ്ട്. ഹെരോദ അഗ്രിപ്പ, അങ്ങനെ ഉണ്ടല്ലോ. ഹെരോദ അന്തിപ്പാസ്, ഇങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ.
ഒരു കുടുംബത്തിന്റെ പേരാ. വാസ്തവത്തിൽ ഇത് റോമക്കാരല്ല. യഹൂദന്മാരെ ഭരിച്ചിരുന്ന ആ കക്ഷികളാരാ? റോമക്കാരല്ലെന്ന്. യഹൂദന്മാരും അല്ല. പിന്നെ ആരാന്നറിയണ്ടേ? നമ്മുടെ അബ്രാമിന്റെ പുത്രനായ ഏശാവിനെ ഓർക്കുന്നുണ്ടല്ലോ, ഇസാക്കിന്റെ കൂടെയുള്ള ഏശാവിന്റെ കൊച്ചുമക്കളായിരുന്നു ഹെരോദാക്കന്മാർ. ഓക്കെ, ഇവർക്ക് സർക്കംസിഷൻ ഉണ്ട്. അബ്രഹാമിന് പിതാവുമാണ്. ഇതുകൊണ്ട് ആലയത്തിൽ ചെല്ലാം. യഹൂദന്മാരുമായിട്ടൊരു അയ്യപ്പുണ്ട്. ഓക്കെ, ചെറിയൊരു ബന്ധം. എന്നൊരു കുഴപ്പം, കാര്യത്തോടെടുക്കുമ്പോൾ ഇവർ യഹൂദരെ തള്ളിയിട്ട് റോമക്കാരെ പിന്തുണയ്ക്കൂ. കാരണം അധികാരം പോലെങ്കിൽ ഒറ്റ സസ്പെൻഷൻ മതി, നോ മോർ കിങ്, തീർന്നു. ഇത് നിലനിർത്താൻ വേണ്ടി ഇയാൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബം ഒഴുക്കം, ഈ കുടുംബം മത്സരിച്ചുകൊണ്ടിരിക്കെ ഈ റോമക്കാരൻ എന്തെന്ന് വെച്ചാൽ ഇയാളുടെ ചേട്ടന്റെ മോനെ പിടിച്ച് ഹെരോദാവാക്കി അഭിഷേകം ചെയ്ത് അവിടുത്തെ രാജാവാക്കിയിട്ട് പഴയ രാജാവിനെ കളയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിൽ നിന്ന് ആ തിട്ടൂരങ്ങൾക്കനുസരിച്ച് മാത്രമേ ഹെരോദാവിന് പോകാൻ പറ്റൂ. അധികാരമില്ല. ഈ കൂടുതൽ പണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പക്കാ റോമക്കാരനെ ഗവർണറായിട്ട് എന്റെ മീതി കൂടെ വെക്കും. കണ്ടോ, പണിയില്ലാത്ത മനുഷ്യർ അന്നും ഉണ്ട്. ഒരു പണിയില്ലാത്ത കുറെ പേര് ഗവർണർ എന്ന് പറഞ്ഞ് പണ്ടുമുണ്ട്. നമ്മുടെ ഗവർണറല്ല കേട്ടോ. നമ്മുടെ ഗവർണർ, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അനീതിക്കെതിരെ പോരാടുന്നൊരു മനുഷ്യനാണ്. മന്ത്രിമാരെ പ്രൈവറ്റ് സ്റ്റാഫിന്റെ എല്ലാം എണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ പുള്ളിയുടെ ഓഫീസിൽ 200 പേര്. അത് വേറെ കാര്യം. 200 പേര് നമ്മൾ തീറ്റിപ്പോറ്റുന്ന 200 പേരെ. എന്താ ജോലി? ചിലതരം തൊഴിലുണ്ട്. ഒരു ആവശ്യമില്ലാത്ത കുറെ തൊഴിൽ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. അറിയോ? ലോകത്തിൽ ഏറ്റവും അധികം സാലറി പ്രതിമാസം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ജോലി അറിയോ? ഉക്രൈനിൽ റഷ്യ ആക്രമണം നടത്തുമെന്നറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയെന്നു. അണ്വായുധം പാകിസ്ഥാൻ പരീക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനതിനെ അപലപിച്ചു. ഇതിനാണ് ഈ കാശെല്ലാം മേടിക്കുന്നത്. മനസ്സിലായോ? ചിലതരം തസ്തികകളുണ്ട് ഇങ്ങനെ. ഞെട്ടുക, അപലപിക്കുക, ദുഃഖം രേഖപ്പെടുത്തുക, നടുക്കം രേഖപ്പെടുത്തുക, അതിലുള്ള സംഭവം. ഇങ്ങനെ ഞെട്ടുന്നതിനൊക്കെ കാശുണ്ടേ നമ്മൾ എപ്പോഴേ കോടീശ്വരന്മാരാണ്ട നേരം കഴിഞ്ഞു അല്ലേ? ടെൻഷൻ അടിക്കുന്നതിന് പോട്ടെ. അപ്പൊ ഇതുപോലെ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ പീലാത്തോസ്. മറക്കല്ല്. യേശുവിൻ്റെ അടുത്ത് തട്ടി കണ്ടു ഉമ്മാർ രണ്ടൂടെ. കാര്യം മനസ്സിലായോ? ഹെരോദാവ് കൈകാര്യം ചെയ്യാതെ അങ്ങോട്ട് വിടും, അവിടുന്ന് അങ്ങോട്ട് വിടും, തിരിച്ചിങ്ങോട്ട് വിടും. കണ്ട പരിപാടി. ഇമാര് നിങ്ങൾ ഉടക്കാരെന്ന് ഭയങ്കര ഉടക്ക്. പൊളിറ്റീഷ്യന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ മനസ്സിലായത്. രണ്ടു കൂട്ടരോട് ഇങ്ങനെ അടിക്കുന്നപ്പോഴാ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നു. ഇപ്പൊ യേശുവിന്റെ ജനനകാലം ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു. എന്താ കാര്യം അറിയോ? ഗലാത്യർ 4:4 വായിച്ചു. കർത്താവ് ജനിച്ച കാലഘട്ടത്തെ പറയാ. കാലസമ്പൂർണത വന്നപ്പോൾ, ഇംഗ്ലീഷ് വായിച്ച് ഗലാത്യർ, ഗലേഷ്യൻസ് 4:4. ഇംഗ്ലീഷ്. ഫുൾനെസ് ഓഫ് ടൈം. മതി മതി. എന്താ ഫുൾനെസ് ഓഫ് ടൈം ഹാഡ് കം. അപ്പോഴാണ് യേശു ജനിക്കുന്നത്. ഈ ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുക, ഇങ്ങനെ കാലസമ്പൂർണത വന്നപ്പോൾ യേശു ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാലസമ്പൂർണത? അറിയോ? പറയാം. യേശുവിന്റെ ലക്ഷ്യം എന്താ? എന്തിനാ യേശു വന്നേ? കർത്താവ് എന്തിനാ ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നേ? അതിനായിട്ടങ്ങ് പറഞ്ഞു, ഒത്തിരി നാൾ സ്വർഗത്തിൽ ഇരുന്നല്ലേ, എത്ര നാൾ ഇങ്ങനെ ഇരിക്കും, ഒരു മുഷിവൊക്കെ ഒന്ന് മാറട്ടെന്ന് ഓർത്ത്, ഒന്ന് പോയേക്കാന്നോർത്ത് വന്നാണോ? നമ്മളിങ്ങനെ വോക്കിങ്ങിന് പോകുന്നില്ലേ, എന്നാ ഭൂമി കിടക്കെന്ന് പോയേക്കാം. അപ്പൊ വന്ന സമയം ഫുൾനെസ് ഓഫ് ടൈം. എന്താണ് ഈ ഫുൾനെസ് ഓഫ് ടൈം? പറയാം. അല്ല, അതായത് യേശുവിലൂടെ നമ്മൾ അറിയേണ്ടത് ഗോസ്പലാണ് അല്ലെ?
അതിലെപ്പോഴും ഓർത്തോണം. കടലിൻ മീതെ യേശു നടന്നു. 5 അപ്പം 5000 കൊടുത്തു. ലാസറിനെ ഉയർപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഇതൊക്കെ ഒരാൾ എന്നോട് പറഞ്ഞെന്ന് കുട്ടിക്കൂ. ഞാൻ എൻ്റെ ശുദ്ധാത്മാവ് ചോദിക്കും, ഇതിനൊക്കെ എനിക്കെന്നെ ചെയ്തു? മനസ്സിലായോ? കടൽ മീതെ നടന്നേ നടക്കട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് ഉപയോഗം വല്ലതും ഉണ്ടോ? യേശു ഗലീലിയ കടലിന്റെ മീതെ കൂടെ നടന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായോ? ഒരു ഉപയോഗം ഉണ്ടായില്ലെന്ന്. ലാസർ ഉയർത്തു. ലാസറിന് ഉള്ള വീട്ടുകാർക്ക് നമുക്ക് എന്ത് നേട്ടം? മനുഷ്യരാശിക്ക് കിട്ടിയ നേട്ടം എന്താണെന്നറിയണ്ടേ? അവൻ ക്രൂശിക്കപ്പെട്ടു. ഇതായി പറഞ്ഞ, അല്ല പിണങ്ങിയതല്ല. പിടികിട്ടിയോ? യേശു ക്രൂശിക്കപ്പെട്ടത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി. അത്ഭുതം ചെയ്തത് അല്ലെങ്കിൽ ആ പ്രവൃത്തികളല്ല യേശുവിന്റെ മഹനീയത. ക്രൂസിഫിക്ഷൻ. യു ക്രൂസിഫൈഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ഫോർ ദ ഡെലിവറൻസ് ഓഫ് മൻകൈൻഡ്. ഇതാണ് ഗോസ്പൽ. ഇത് പറയാത്ത സുവിശേഷമാവോ? നമുക്ക് അത്ഭുതം അടയാളം വിശ്വാസമില്ലാണ്ടല്ല. ഇതാണെന്ന് ഏറ്റവും പ്രധാനം. യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് എന്റെ രക്ഷ യാഥാർത്ഥ്യമായത്. ഈ രക്ഷയുടെ മഹത്വം സ്വർഗത്തിലും പാടുന്ന കേട്ടില്ലേ? രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് പറഞ്ഞ് നമ്മുടെ രക്ഷ കണ്ട് ദൂതഗണങ്ങൾ വാർത്തു പാടുക അവിടെ. അതുകൊണ്ടാണ് എബ്രായന്റെ കർത്താവ് പറയുന്നത്, ഇത്ര വലിയ രക്ഷ, ഹൗ ഗ്രേറ്റ് സാൽവേഷൻ. അതാ നമുക്കുള്ള. ഇതെന്ത് ചെയ്യണം? ലോകത്തെത്തിക്കണം. വേണ്ടേ? ആ പൗരാണിക ലോകത്ത് ഇതെത്തിക്കാൻ യേശുവിൻ്റെ വരവിന് മുമ്പ് വഴികൾ ഒരുങ്ങി. അറിഞ്ഞായിരുന്നു എങ്ങനെയാന്ന്? പറയാം. യേശു ജനിക്കും മുമ്പ് ലോകം രാഷ്ട്രീയമായി ഒരുങ്ങി. പൊളിറ്റിക്കലി വെൽ പ്രിപ്പയർഡ് ഇറ്റ്സെൽഫ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഓർ ദ എക്സ്പാൻഷൻ ഓഫ് ഗോസ്പൽ. എങ്ങനെയാണെന്നറിയണ്ടേ? പറയാം. ബാബിലോണിൽ ലോകത്തെ ഭരിച്ചത് നന്നായി. എന്താ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് നന്നായില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞ നന്നായി. ഒരു 10-25 കൊല്ലം കൂടെ അവർ ഭരിച്ചിരുന്നത് വളരെ നന്നായിരുന്നു. ഇത് രാജ്യദ്രോഹമൊന്നുമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ പാലവും കെട്ടവും കണ്ടില്ല, അതൊക്കെ ഒരു കുഴപ്പമില്ല. ഇരിപ്പുണ്ട്. നിയമം, സാദി, എന്തെല്ലാം വൃത്തികേട് അവിടെ നടന്നേ. മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കില്ലേ സ്ത്രീകളെ? വിലങ്കേരി ഇവിടുന്ന് ചെല്ലുമ്പോൾ ഒരു പിണ കൂടി അതിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഭർത്താവിന്റെ ചിതയിലിട്ട് കത്തിക്കുന്ന രംഗം കണ്ടു. പുള്ളിനെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കി, ചെയ്യരുതെന്ന് വിലപിച്ചു. സമ്മതിക്കൂ? ഭയങ്കര പ്രശ്നമായി. ആകെ വിഷയം. 8-9 വയസ്സേ ഉള്ളൂ. ഭർത്താവിന് 10-55 വയസ്സുണ്ട്. അതാ അന്ന് അവിടെ നടന്നിരുന്നേ. 55 വയസ്സുള്ളവൻ കെട്ടുന്നത് 9 വയസ്സുള്ള കൊച്ചിനെ. മിക്കവാറും ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഈ കാർന്നോട് തട്ടിപ്പോവും, പ്രായം കാരണം. മനസ്സിലായില്ല? അതെന്റെ ഒരു വ്യാഖ്യാനമാണ്. അങ്ങനെ അങ്ങാണ്ട് ചത്തത് അയാൾ. ഇവിടിട്ട് കത്തിച്ചു. നെയ്യെല്ലാം ഉരുക്കി ഒഴിച്ചാ കത്തിക്കുന്നത്. മുള വെച്ച് കിട്ടും ഇങ്ങനെ മനുഷ്യരീരവും ഇതും കൂടെ. ഇങ്ങോട്ട് കത്തയച്ചു. അവിടെ ചെന്നിട്ട് നമ്മുടെ അന്ന് ഭരിച്ചിരുന്ന നമ്മുടെ മൗണ്ട് ബാറ്റണല്ലോ, പേര് വിട്ടുപോയി. പയളി എന്ന് പറഞ്ഞു. പുള്ളി ഇത് മാറ്റാനൊക്കെ വേണ്ടി ഇരുന്നു. പക്ഷെ അവിടുത്തുകാർ പറഞ്ഞു, ആചാരം ഞങ്ങൾക്ക് വേണം, മാറ്റരുത്. 75,000 സ്ത്രീകളാ മുംബൈയുടെ തെരുവീതിയിലൂടെ ചിന്താവാദി വിളിച്ച് നടന്നത്. സതി ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. പിന്നെ ഇയാൾക്കെന്നാ? ഞങ്ങൾക്കിത് വേണമെന്ന്. എത്ര നാൾ കഴിഞ്ഞ് ഇതൊക്കെ നടപ്പില്ലായേ? വർഷങ്ങളെടുത്തു. മൗണ്ട് ബാറ്റനാ? അല്ല, മൗണ്ട് ബാറ്റനല്ല, അത് നെഹ്റുവിൻ്റെ അക്കരത്താ. അപ്പോൾ ഒടുക്കം ഇത് 13 കൊല്ലം കൂടെ കഴിഞ്ഞ സതി നിരോധിക്കുന്നേ. സുവിശേഷകരാ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച്. ഇന്ത്യക്കാരൻ ചരിത്രം എഴുതിയാൽ അതങ്ങ് മിണ്ടുകയല്ല ആ കാര്യം. മനസ്സിലായോ? അല്ല മറ്റാരും അല്ല, നമ്മളാ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സതിയുടെ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. കുഞ്ഞുങ്ങളെ കൊണ്ട് ഗംഗാനദിയിൽ എറിഞ്ഞു കളയുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചു. സുവിശേഷമാണ് ഇന്ത്യയെ മാറ്റിയത്. സ്തോത്രം. ഞാൻ ക്രമേണ പറയാം. ഇതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് പറയാ, ഇന്ത്യക്ക് പഴയ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതാ ഞങ്ങൾ പൊളിച്ചടിക്കുക. മനസ്സിലാക്കിക്കൂ. അതാ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. സുവിശേഷമാണ് ഇന്ത്യ മാറ്റിമറിച്ചേ, ഒരു ഇസമല്ല മാറ്റിമറിച്ചേ.
കമ്മ്യൂണിസം എന്നല്ല ഇന്ത്യ മാറ്റിമറിച്ചേ. അങ്ങനെയാണെങ്കിൽ ബംഗാളിലൊക്കെ മാറണം. ഇന്ത്യയെ മാറ്റിമറിച്ചത് യേശുവിന്റെ വചനമാണ്. വേഗമുള്ള മനുഷ്യര് കേരളത്തിലൊക്കെ ഉണ്ടായത് സുവിശേഷ നിമിത്തമാണ്. ഈ അക്ഷരമാണ് അവന് പവർ നൽകി. ഈ വചനത്തിലെ ശക്തിയാണ് നൽകിയത്. സ്തോത്രം. ഞാൻ 1947 ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതെല്ലാം അടുക്കോടെ ചിട്ടയോടെ പറയുന്നുണ്ട്. എല്ലാ വർഷവും വീണ്ടും പുതിയതും പറയും. സ്തോത്രം. തിരിച്ചു വരാം. ഈ ലോകം ഇവർ ഭരിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു ബോധമുണ്ടായി. ഇത് കൂടാതെ റോമക്കാരെ കൊണ്ടൊരു ഗുണമുണ്ടായി പറയാം. ഈ റോമക്കാര് ഒരു കാര്യം ചെയ്യും. നല്ല റോഡ്, ഒന്നാം തരം റോഡ്. ഇപ്പോഴും കണ്ടോ റോഡ് കണ്ടോ ഇവരെ? അമേരിക്കയിലൊക്കെ ചില റോഡ് എന്താ ഇതിലും ഭയങ്കര വീതി. ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന്. അതിന് നമ്മളവിടെ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഉള്ള റോഡിൽ കൂടെ കുമ്മായം കലക്കൊരു വര ഇട്ടിട്ട് ഹൈവേ ആണ്. അങ്ങനെ അല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗൾഫിലും ഇവിടെയൊക്കെ വരുമ്പോഴല്ലേ. ഇപ്പം മാറി, ഇപ്പോൾ ഒത്തിരി മാറി കേട്ടോ, നല്ലത്. അപ്പൊ ലോകത്തെ ഏറ്റവും നല്ല റോഡ്, എല്ലാ റോഡും റോമിലേക്ക് ഇല്ലേ? ദെൻ അടുത്ത കേൾക്കണം. കടൽ വഴിയുള്ള യാത്ര എളുപ്പമാക്കിയത് റോമക്കാരാണ്. വളഞ്ഞു തിരിഞ്ഞിങ്ങനെ കിടക്കുന്ന കടലിടുക്കുകളെ കനാലുകൾ വെട്ടി ഏകീകരിച്ചു. അപ്പം 4-5 മാസം കൊണ്ടുള്ള യാത്ര 2 ആഴ്ച കൊണ്ട് പോവാം. 2 ആഴ്ച എടുക്കുന്ന യാത്രകൾ 2 ദിവസം കൊണ്ട് പോവാം. എളുപ്പമാക്കി. അവിടെ എല്ലാം തുറമുഖങ്ങളായി. ഇപ്പൊ കപ്പൽ പാതയിൽ അതിശക്തമായ പിക്കറ്റിംഗ്, മറ്റേ പോലീസ് സൈനിക പിക്കറ്റിംഗ്, അവിടെയൊക്കെ കടൽ കൊള്ളക്കാരെ കൂടെ അമർച്ച ചെയ്തു. ഇപ്പോൾ വഴി എളുപ്പമായിരുന്നു. എന്താ ഇതൊക്കെ പറഞ്ഞാൽ അറിയണ്ടേ? ഈ വഴി കൂടെ പോയില്ലേ സുവിശേഷം അറിയിക്കാൻ പറ്റുമോ? ഇവന്മാര് വെട്ടിയ വഴിയെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മുടെ പൗലൂസും ഒക്കെയാണ്, തിമോഥെയോസും ഒക്കെ. മനസ്സിലായോ? ഇവന്മാരെന്തോ ചെയ്തോ അതെല്ലാം ഗുണം ചെയ്ത് നമുക്കാണെന്ന് ഗോസ്പൽ എത്തിക്കാൻ പറ്റി. അതിലെ റോമർക്കും കൊരിന്ത്യർക്കും ഒക്കെ എഴുതുമ്പോൾ പറയാ, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. നിങ്ങളുടെ ലേഖനം കൊണ്ട് ലവോദിക്കയെ കൊടുക്കണം, ലവോദിക്ക എന്നുള്ള നിങ്ങളും വായിക്കണം. ഈ വഴി ലോകത്തെ ഒറ്റക്കെട്ടാക്കി. ഇതാണ് പൊളിറ്റിക്കലി പ്രിപ്പയർഡ് ആയിരുന്നു ഗോസ്പൽ എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിന്. അതാ കാലസമ്പൂർണത. മനസ്സിലായോ? ഒരു പോയിന്റ്. അടുത്ത ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വഴി ഉണ്ടായ പോരാ, ഭാഷ. ലോകം അന്ന് ഗ്രീക്കുകാരുടെ കാലത്ത് ഒരു ഭാഷയ്ക്ക് കീഴിൽ അമർന്നു. അതാ ഗ്രീക്ക്. മനസ്സിലാണോ? ഗ്രീക്ക്. In ancient time, Greek was the lingua franca of the ancient world. പൗരാണിക ലോകത്തിലെ ലിംഗ്വാ ഫ്രാങ്ക. എന്താ ലിംഗ്വാ ഫ്രാങ്ക? ഇന്ന് ഇംഗ്ലീഷ് പോലെയാണ് അന്ന് ഗ്രീക്ക് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഭാഷ. ഓക്കെ. അപ്പൊ ഈ ഭാഷ പ്രസംഗിച്ചാൽ മതി. മനസ്സിലായോ? ഈ ഭാഷയിൽ പ്രസംഗിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന്. ഗ്രീക്ക് ഇന്ന് ഇംഗ്ലീഷ് പോലെയാണെന്ന്. അല്ല, അന്യഭാഷ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഭാഷയല്ലെന്ന്. കാരണം ഗ്രീക്ക് അറിയാവുന്ന എല്ലായിടത്തും. ചില ആൾ പറയുന്നത് അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ അന്നേരം കിട്ടിയൊരു ഭാഷയാണ്. നോ, നെവർ. എന്താ തെളിവ്? ഓർത്തപ്പോ പറയൂ, ഉപദേശം കൂടെ പഠിച്ചു നോക്കൂ. അന്യഭാഷ എന്താന്നാ ബൈബിൾ പറയുന്നേ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഉപദേശമായിട്ട് ഞാൻ അല്പോളം നിർത്തി പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി നാളെ ചിന്തിക്കാം. ശ്രദ്ധിച്ചേ, അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ല. മനസ്സിലാകാത്തവൻ പറഞ്ഞു മാരി വെള്ളം അടിച്ചെന്ന്. മനസ്സിലായവൻ പറഞ്ഞു അയ്യോ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. പിടിയോ? അന്ന് 10-18 ഭാഷക്കാരവിടെ ഉണ്ട്. ചിലർക്ക് ഇതങ്ങ് മനസ്സിലായി, ചിലർ പറഞ്ഞു പിടികിട്ടുന്നില്ല. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 2 മാത്രമേ അന്യഭാഷ പറഞ്ഞത് മനസ്സിലായിട്ടുള്ളൂ. റെസ്റ്റ് ഓഫ് ദ ബൈബിളിൽ യു കനോട്ട് സീ. എന്താ കാര്യം? കൊർന്നല്യോസിന്റെ വീട്ടിൽ അന്യഭാഷയെ സംസാരിച്ചു എല്ലാവരും. അവിടെ ഉണ്ടായതല്ലോ. അത് മാത്രമല്ല, അവിടെ പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായില്ല. ഓരോരുത്തന്റെ മീതെ പതിഞ്ഞില്ല. വലിയൊരു ശബ്ദം ഉണ്ടായില്ല. ഉണ്ടായോ?
ഇല്ല. അതിന്റെ അർത്ഥം ബൈബിളിലെ ഇൻസിഡൻസ് ആവർത്തിക്കാറില്ല, ആവർത്തിക്കണമെന്നില്ല. കോപ്പി ബുക്ക് ശൈലിയിൽ അവിടെ കണ്ടതെന്തോ അതേപോലെ ഇവിടെ, ഇതേപോലെ അവിടെ, അങ്ങനെയല്ല. ത്രെഡ് കറക്റ്റാ, സൈനുകൾ വ്യത്യാസമാണ്. മനസ്സിലായോ? വ്യക്തമാണോ? മനസ്സിലായോ? നമ്മുടെ പാട്ട് തന്നെ ഓർത്ത് അഗ്നിജ്വാല പോലെ വരിയിലെന്നങ്ങനെ കഴിഞ്ഞു എന്നത്. തീ പോലെ ഇറങ്ങണമേ, പാമ്പ് പോലെ ഇടണമേ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വരിയല്ല, കഴിഞ്ഞുപോയി. മനസ്സിലായോ? ഒരു തവണയും കണ്ടുള്ള അങ്ങനെ. പിന്നെ എവിടെ നമ്മൾ നോക്കിയാലും മനസ്സിലാകുന്നത് ഇങ്ങനെ കൊടിയ മുഴക്കമില്ല. നിങ്ങളെല്ലാം അന്യഭാഷ പ്രാപിച്ചോരാ, ഈ കൊടിയ മുഴക്കം നിങ്ങളെല്ലാം കേട്ടോ. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് വന്നോ? പക്ഷെ അന്യഭാഷ കിട്ടിയില്ലേ? മനസ്സിലായോ? സെയിം ആസ് ഇറ്റ് ഈസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്ന പണിയല്ലെന്ന്, വ്യത്യസ്തമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിനെ മൊത്തത്തിൽ പറയാ അനുഭവങ്ങളാക്കണ്ടേ അവരുടെ, സംശയമൊന്നുമില്ല. അനുഭവം പക്ഷേ ഡോക്ടറിനല്ല. അനുഭവം നല്ലതാ, അനുഭവം ഇല്ല പിന്നെ കാര്യമുണ്ടോ? കൃത്യ ചെയ്ത് ആസ്വദിക്കാനുള്ളതാ അനുഭവം, ഡോക്ടറിനല്ല, ഉപദേശമല്ല. ഉപദേശം ഇവിടെ എഴുതിയിരിക്കുന്ന അറിയണ്ടേ? ഞങ്ങളെന്ത് ചെയ്തു അത് ഉപദേശമല്ല, നിങ്ങളെന്ത് ചെയ്യണം അത് ഉപദേശം. പിടികിട്ടിയോ? പിടികിട്ടിയോ? യു ഹാവ് ടു ഡു, ഇതാണ് ഉപദേശം. കൊരിന്ത്യ ലേഖനത്തിൽ ഉപദേശമാണ് പറഞ്ഞത്, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1 കൊരിന്ത്യർ 14:1 കൊണ്ട് വായിച്ചു വരുമ്പോൾ, 2 പോലും വായിച്ചു വരുമ്പോൾ പറയാണ് എല്ലാവരും വാഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താ അടുത്തത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. മനസ്സിലായോ? മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് പാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് വെച്ചു. ഒരു തെറ്റും വേണ്ട. എന്താ കാര്യം? പാസ്റ്റർ എന്നോടാണോ പറഞ്ഞേ? ആണോ? 17 മനുഷ്യരോടല്ലെന്ന്, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ലെന്ന്. ആരും തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ അച്ഛനെ തിരിച്ചറിയണമെന്നാണ് നിർബന്ധം. മനസ്സിലായില്ലേ? ആരും തിരിച്ചറിയുന്നില്ല, എനിക്ക് മാത്രം തിരിച്ചറിയണമെന്നുണ്ടോ? ഇല്ലെന്ന്. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പിടികിട്ടിയോ? അപ്പോൾ ഒരു വലിയ വിഷയം. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറഞ്ഞോ ധൈര്യമായിട്ട്. തെറ്റിക്കുന്നവരുണ്ട്. അതിനാ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണം? പറഞ്ഞോ. സഭയിൽ മിണ്ടാതിരിക്കണമെന്നൊരു വാക്യം തന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് 1000 പൗണ്ട് ഞാൻ തരും. എൻ്റെ എത്ര ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ റെഡിയാ? റെഡി ക്യാഷായി. മിണ്ടാതിരിക്കണമെന്നൊരു വാക്യം ചില ചുറ്റിക്കുന്ന ഇവിടെ ബൈബിൾ അറിയില്ല, പാതി രചിച്ചു വെച്ചിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് ഉപദേശം സ്ഥാപിക്കാൻ വരും. മിണ്ടാതിരിക്കണമെന്നല്ല വാക്യോടെ ഞാൻ പറഞ്ഞേക്കാം. 14:28 എടുത്തേ. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 14:28 വായിച്ചേ. അതിന്റെ അർത്ഥം എന്താ? മിണ്ടാതെ സംസാരിക്കണമെന്ന്. മനസ്സിലായോ? മിണ്ടാതെ സംസാരിക്കണം എന്ന് വെച്ചാൽ പബ്ലിക് ന്യൂസൻസ് ആകരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? അതാ നമ്മൾ തെറ്റിക്കുന്നുണ്ടോന്നോടെ നോക്കിക്കേ. ഇതിനകത്ത് മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ ഈ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കട്ടെ. അപ്പൊ നമ്മൾ കയറി ചെന്നാൽ നമ്മുടെ കൈ തന്നെ ചൊറ ഇവിടെ ഇരിക്കാൻ പറയും. ഇരുന്ന് പുള്ളീൻ്റെ വാക്ക് ഇങ്ങനെ കൈയടിക്കും. എന്നിട്ട് തിരിഞ്ഞു വന്ന് ചോദിക്കും, ചായ വിത്തൗട്ടാണോ? വിത്തൗട്ടാ. പിന്നെ ഇതിന്റെ ബാക്കി പറയും. 10 മിനിറ്റ് അതും കഴിഞ്ഞുകൊണ്ട് ചോദിക്കും, ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കും. പിന്നെ കുറച്ച് നേരം അടിയിട്ട് ചോദിക്കും, ഏത് ഫ്ലൈറ്റിനാ വന്നേ? മനസ്സിലായില്ലേ? അതൊരു ടീം. ചില ടീമുകളുണ്ട് ഈ തടി പിടിക്കുന്ന പോലെ. തടി പിടിക്കുന്നൊരു പാട്ട് പാടുമല്ലോ, ഏലയ്യാ ഏലയ്യ എന്നൊക്കെ പറഞ്ഞ്. കുറെ പേര് പാതി പറയുന്നു, കുറെ പേര് അല്ലാതെ പറയുന്നു. കണ്ടു നിൽക്കുന്നതിന് സംശയം വരുമെന്ന് അവന്റെ കുഴപ്പമാണോ? ബൈബിള് പറഞ്ഞൊക്കെ അച്ചടക്കം ഉണ്ട്. അത് സംസാരിക്കേണ്ട സ്ഥലം, സംസാരിക്കേണ്ട രീതി. പിടികിട്ടിയോ? നിങ്ങൾ പിണങ്ങി. മനസ്സിലായില്ലേ? അന്യഭാഷ വസ്തുതാപരമാണ്. അത് മനുഷ്യരോട് പറയാനുള്ളതല്ല, ദൈവത്തോട്.
സ്തോത്രം. വിശേഷിച്ച് പേഴ്സണൽ ലൈഫിലാണ് ഏറ്റവും അധികം ഉദ്ധരിക്കേണ്ടത്. അതിനിടയ്ക്ക് ചർച്ചിൽ പറയാമോന്ന് ചോദിച്ചാൽ പറയാം. എന്താ കാര്യം? അവിശ്വാസികൾ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലയോ? സത്യ, അവിശ്വാസികളില്ലല്ലോ ചർച്ചിലോട്ട് വരാൻ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അവിശ്വാസികളല്ല വരുന്നത്. അപ്പം നമ്മൾക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇത്തിരി ശബ്ദം എടുത്താലും പ്രശ്നമില്ലെന്നോ? മനസ്സിലായില്ലേ? എന്നാൽ ഇതേ പണി കൺവെൻഷൻ വെച്ചിട്ട് മയക്കി വെച്ചിട്ട് മുമ്പ് പറഞ്ഞാൽ തടി പിടിക്കുന്ന പണി കാണിച്ചിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. ഭാവിയായ മനുഷ്യനത് കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. അവനവർക്ക് ഇതെന്തായി? മനസ്സിലായോ? ഈ പ്രശ്നമുണ്ട്, തിരുത്തേണ്ട കാര്യമുണ്ട് ഇവിടെ. അണ്ടാ മറ്റവനെ അവിശ്വസിക്കുന്നേ, മറ്റവൻ അവിശ്വസിക്കാൻ വഴിയിട്ട് കൊടുത്തിട്ട് അതിതും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം ഇത് പണ്ടേ തീർന്നു പോയി എന്നാണ് ചിലർ പറയുന്നത്. ഇതെല്ലാം കൂടെ ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് കൊടുക്കുക. തെളിവ് എന്നാ? തെളിവ് പറ. ഇതെല്ലാം കൂടെ ദൈവം ഇടയ്ക്ക് വെച്ച് പിൻവലിച്ചു. സുഹൃത്തെ, എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തുടങ്ങിയ ഒരു കാലം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 2. ഇതെന്നാ പിൻവലിച്ചേ? ഒരു കാലം പറയോ? എനിക്ക് ഡേറ്റ് അറിയാവുന്നത് തുടങ്ങിയേ. എന്താ കാര്യം? കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട ആ ഡേറ്റ് AD 29-30, ഒരു വർഷം തെറ്റിക്കോട്ടെ. AD 30 ഒരു പെസഹയാണ് മരിച്ചതെങ്കിൽ ഒരു പെന്തക്കോസിന്റെ അന്നാണ് അന്യഭാഷ വന്നത്. കോടിയ ശബ്ദത്തിൽ ഭയങ്കര ഇടിമുഴക്കം പോലെ. അന്യഭാഷ മാത്രമല്ല, കൃപാവരങ്ങളൊക്കെ ഉണ്ട്. ഇതെന്നാ നിലച്ചേ? ഒരു ഡേറ്റ് പറയാമോ? ഏകദേശം 10 വർഷം തെറ്റിക്കോട്ടെ. 10 വർഷത്തെ കൃത്യത വേണ്ടെന്നേ, ഒരു സമയം പറയാവോ? 5 ഡിബേറ്റ് കിടപ്പുണ്ട് ഓൺലൈൻ, നിങ്ങൾ കണ്ടാൽ മതി. 5 ഡിബേറ്റ്. അപ്പോഴൊക്കെ പിന്നെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അപ്പുറത്തെ പറഞ്ഞു, ഇപ്പുറത്തെ പറഞ്ഞു, വ്യാഖ്യാനിയില്ല, ഇങ്ങനെ പറഞ്ഞ് പോവായിരുന്നു. അപ്പോൾ കൃപാവരങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. ഒരു സംശയ കരുത്തി വേണ്ട. അതിന്റെ വിവേകത്തോടുകൂടി ഉപയോഗം ബൈബിൾ കർശനമാക്കുന്നു. ഓക്കെ. ഇപ്പൊ ഗ്രീക്ക് ലിംഗോ ഫ്രാങ്കായി മുഴു ലോകത്തിന്റെയും ഭാഷയായി. അപ്പൊ ഈ ഭാഷയിൽ പ്രസംഗിക്കാം. അങ്ങനെ ഭാഷാപരമായി, മതപരമായി, സാമൂഹ്യമായി, പൊളിറ്റിക്കലി ലോകമൊരുങ്ങി കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. മനസ്സിലായോ? അതാ കാലസമ്പൂർണ്ണ ഗലേഷ്യൻസ് 4:4. ഇങ്ങനെ നിർത്താൻ നമുക്ക്. ഇന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാലം വീണ്ടും ഒരു സമ്പൂർണതയിലേക്ക്. ലോകത്തൊന്നാം നിര യാത്രാ സൗകര്യം, എത്ര എയർപോർട്ടുകൾ, എത്ര നല്ല റോഡുകൾ. ഞാൻ മനസ്സിലാക്കുന്ന ടാറ്റ തന്നെ 500 പുതിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. എയർ ഇന്ത്യയുടെ പഴയ ചാവല്യൊക്കെ മാറുക പുള്ളി എടുത്തു. ആകാശ അധികാരം എടുത്തവർ, ആധിപത്യം ഇന്ത്യയിൽ. അവ ലോകത്തേറ്റവും വേഗതയാർന്ന യാത്ര, ഫ്ലൈറ്റ് പോലും ആയിരിക്കില്ല അടുത്ത കാലഘട്ടത്തിന്റെ യാത്രാ സൗകര്യം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പോയി. കടൽ യാത്ര സുഗമമായി. ഇത്രയും ശക്തമായ ടെലികമ്മ്യൂണിക്കേഷൻസ് കണ്ടോ? ലോകം ഒരുങ്ങുന്നേ. വീണ്ടും ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ, പണ്ടത്തെ പോലൊരു ഭാഷയ്ക്ക് കീഴിൽ. എന്തിനാ? രാജ്യത്തിന്റെ ഈ സുവിശേഷം മുഴു ലോകത്തോടും പ്രസംഗിക്കും. അപ്പോൾ യുഗാവസാനം വരും. ഇത്രയും ചിന്തിച്ച്